ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കുന്ന ഭാഗം, ഈ ദേശത്തിന് വേണ്ടി ഒത്തിരി നേരം പ്രാർത്ഥിക്കുമ്പോൾ സംസാരിക്കണം എന്നെ ഹൃദയത്തിനകത്ത് കർത്താവ് നിയോഗം നൽകിയ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ വരികയാണ്. മത്തായിയുടെ സുവിശേഷമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുക്കുക. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം, അതിൻ്റെ 21-ാമത്തെ വാക്യം ദൈവവചന ശുശ്രൂഷകൾക്ക് ആധാരമായി വായിച്ചു കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം എടുത്താട്ടെ, അതിൻ്റെ 21-ാമത്തെ വാക്യം മൈക്കിലൂടെ വായിക്കുന്നത് കുറച്ചും കൂടെ ഉചിതമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം, അതിൻ്റെ 21-ാമത്തെ വാക്യം. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശത്തിലേക്ക് വാങ്ങിപ്പോയി. യേശു അവിടം വിട്ടു സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ഒരു സുവിശേഷ പ്രസംഗത്തിൽ സാധാരണയൊക്കെ എടുത്തു പ്രസംഗിക്കുന്ന വാക്യങ്ങൾ എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചുമൊക്കെയാണ് സാധാരണ രീതിയിൽ ഒരു പൊതുവേദിയിൽ പറഞ്ഞവതരിപ്പിക്കുന്ന പ്രസംഗ വിഷയങ്ങൾ. ഞാനും സാധാരണ ആ പതിവ് ശൈലി തന്നെയാണ് ഫോളോ ചെയ്തു വരുന്നത്. കാരണം വന്നിരിക്കുന്ന ജനത്തോട് ദൈവം സംസാരിക്കുന്നു എന്നതിനേക്കാളും അപ്പുറം പുറത്ത് ഇത് കേൾക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, ആമേൻ, എന്താണ് ഇവിടെ നടക്കുന്ന പാട്ട്, ഇവരുടെ പ്രസംഗം എന്താണ്, ഇവരുടെ പ്രാർത്ഥന എങ്ങനെയാണെന്നൊക്കെ ശ്രദ്ധിക്കാൻ പാകത്തിൽ പുറത്ത് ഇത് കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ തനതായ ഒരു ആത്മീയ സുവിശേഷത്തിൻ്റെ അന്തസത്ത ദേശത്തിന് വേണ്ടി ലഭ്യമായ സമയത്തിനകത്ത് പകർന്ന് പ്രാർത്ഥിക്കുന്നൊരു പതിവാണ് സാധാരണ പൊതുവേദികളിൽ ഉള്ളത്. എങ്കിൽ പോലും ഇങ്ങോട്ടുള്ള യാത്രകളിലൊക്കെ ഒത്തിരി നേരം ഈ ദേശത്തെ ഓർത്തൊന്ന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രസംഗിക്കുന്ന പതിവ് ശൈലിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ വാക്യത്തെ ഒരു ആത്മീയ ദൂത് ദേശത്തോടൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നെ ഹൃദയത്തിനകത്ത് കർത്താവ് നൽകിയ വലിയ നിയോഗത്തിൻ്റെ പുറത്ത് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ഈ വിഷയത്തിലേക്ക് വരികയാണ്. യാത്ര മധ്യത്തിൽ വെച്ച് ഈ വാക്യത്തിലൂടെ കർത്താവിനോട് സംസാരിച്ചു 1-2 കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ എൻ്റെ ഡയറിക്കകത്ത് നോട്ട് ചെയ്തിട്ടു. അതും കൂടെ ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാന സമയങ്ങൾ ഒരു 5-8 മിനിറ്റുകൾ ഈ വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയിട്ടും വിശേഷാൽ രോഗികൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചായിരിക്കും ഈ സെക്ഷൻ നമ്മൾ പ്രാർത്ഥനയോടെ കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിക്കുക. സന്തോഷത്തോടെ കരവും ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ആമേൻ. പ്രഥമ രാത്രി ആയതുകൊണ്ട് ചൂട് പിടിച്ചു വരുന്നതേ ഉള്ളൂ. അവസാനമാകുമ്പോഴത്തേക്കും ചൂട് പിടിച്ചു വരും. അപ്പോഴത്തേക്ക് ആശീർവാദത്തിൻ്റെ സമയമെത്തും. അതാണ് നമ്മുടെ ഒരു കൊച്ചു പ്രശ്നമെന്ന് പറയുന്നത്. നാളെ മുതൽ നിങ്ങളൊരു കൊച്ചു ക്രമീകരണം ചെയ്യണം. ഇതിനകത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെയും ഒക്കെ പ്രായമുള്ളവരാണ്, നല്ലൊരു മെജോറിറ്റി ആൾക്കാരാകയാൽ ഇന്ന് രാത്രി ഇനി ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയില്ല. പകരം നാളെ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഫ്രണ്ടിൽ ഒഴിഞ്ഞിരിക്കുന്ന കസേരകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വേണം ഇരിക്കാൻ. ലാസർ എന്ന് പറയുന്നൊരു മനുഷ്യൻ മരിച്ചു, ധനവാനും മരിച്ചു. 2 പേരും 2 സ്ഥലങ്ങളിലേക്ക് ചെന്നു. അപ്പം ധനവാൻ്റെ മനസ്സിനകത്തൊരാഗ്രഹം, അവൻ ഇങ്ങോട്ടൊന്ന് വരണം. അപ്പോൾ യേശു കർത്താവ് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെയുണ്ട്, ഇല്ല എനിക്കും നിനക്കും തമ്മിൽ വലിയൊരു പിളർപ്പ് ഉണ്ട്, സ്തോത്രം, വരാൻ പറ്റുകയില്ല, സ്തോത്രം എന്ന് പറയുന്നത് പോലെ ഈ സ്റ്റേജും അങ്ങോട്ടും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരിക്കുമ്പോൾ അത് ഫീൽ ആകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വലിയ പിളർപ്പ് പോലാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നാളെ നിങ്ങൾ വരുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കുക. സത്യത്തിൽ ഇവരൊരു വചനത്തിൻ്റെ നിവൃത്തി സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ സെറ്റ് ചെയ്തിരുന്നത്. മുമ്പന്മാർ പലരും പിൻപന്മാരാകും. ആ വചനം ഒന്ന് നിവൃത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളങ്ങനെ സെറ്റ് ചെയ്തിരുന്നത് എനിക്ക് മനസ്സിലായി. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വാക്യത്തിലേക്ക് വളരെ പ്രാർത്ഥനയോടെ നാം പ്രവേശിക്കുക. നാം വായിച്ചിരിക്കുന്ന വാക്യം മത്തായിയുടെ സുവിശേഷമാണ്. മത്തായിയുടെ സുവിശേഷം ഈടുറ്റ ഒരു സുവിശേഷ പുസ്തകമാണ്. പുതിയ നിയമ പുസ്തകത്താളുകളിൽ ആദ്യത്തെ 4 പുസ്തകങ്ങൾ 4 സുവിശേഷങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റേത്, ലൂക്കോസിൻ്റേത്, യോഹന്നാൻ്റേത്. ഇതിനകത്ത് മത്തായി എന്ന് പറയുന്ന സുവിശേഷകൻ എടുത്തു പറയേണ്ട അനവധി പ്രത്യേകതകൾ ഉള്ളൊരു മനുഷ്യനാണ് മത്തായി എന്ന് പറയുന്ന സുവിശേഷകൻ. മത്തായിയുടെ ഒത്തിരി പ്രത്യേകതകൾ എൻ്റെ മനസ്സിനകത്തൂടെ മാറി മറിഞ്ഞു വരുന്നെങ്കിലും ഈ പൊതുവേദിയിൽ ഒരൊറ്റ പ്രത്യേകത മാത്രം ഞാൻ മത്തായിയെക്കുറിച്ച് പറയാം. മറ്റാർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റി ആ മനുഷ്യനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, സുവിശേഷകനായ മത്തായിയാണ് യേശു കർത്താവിൻ്റെ 12 ശിഷ്യന്മാരുടെ പേരുകൾ എടുത്തു പറയുന്നത്. അപ്പോസ്തലന്മാരുടെ പേരുകളാവിത് എന്ന് പറഞ്ഞ് മത്തായിയാണ് തൻ്റെ സുവിശേഷത്തിനകത്ത് 12 ശിഷ്യന്മാരുടെ പേരുകൾ ക്രമത്തിൽ എഴുതുന്നത്. അങ്ങനെ പേനയെടുത്ത് പേപ്പർ മേടിച്ച് മത്തായി 12 ശിഷ്യന്മാരുടെ പേരുകൾ എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യത്തവൻ്റെ പേര് എഴുതി വെച്ചു. 1-ാമൻ്റെ പേര് ഇങ്ങനെ ഇരിക്കട്ടെ, പത്രോസ് എന്നാണ്, സ്തോത്രം. ഇത് എഴുതുന്ന ആരാണെന്നറിയാമോ? മത്തായിയാണ്. ഈ പേന ആരാ മേടിച്ചെന്നറിയാമോ? മത്തായിയാണ്. ഈ പേപ്പർ ആരുടേതാണെന്നറിയാമോ? മത്തായിയുടേതാണ്. വേണമെങ്കിൽ ആരുടെ പേര് എഴുതാം? മത്തായിക്ക് തൻ്റെ പേരെഴുതാം. നമ്മളായിരുന്നെങ്കിൽ ആരുടെ പേര് എഴുതിയേനെ? നമ്മുടെ പേര് എഴുതിയേനെ. അവിടെയാണ് മത്തായിയുടെ 1-ാമത്തെ ക്വാളിറ്റി കാണുന്നത്. തൻ്റെ പേര് ഇച്ചിരി ഇടിഞ്ഞാൽ സാരമില്ല, കൂടെയുള്ളതൊക്കെ ഒന്ന് കയറി വരയണം, സ്തോത്രം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പേരാണ് മത്തായി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ തനിക്കിച്ചിരി ഇടിവ് സംഭവിച്ചാലും താനിച്ചിരി ഒന്ന് താഴ്ന്നു പോയാലും കൂടെയുള്ളതിനെയൊക്കെ 1-ാം സ്ഥാനത്തിലേക്കൊന്ന് കൈപിടിച്ച് കയറ്റണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമസ്ഥ. അതാണ് ഈ മത്തായി എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിനകത്ത് 28 അധ്യായങ്ങളാണുള്ളത്. 28 അധ്യായത്തിനകത്തും 28 ദൂതുകളെയാണ് മത്തായി പറഞ്ഞ് അവതരിപ്പിക്കുക. ഈ പരിമിതമായ സാഹചര്യത്തിൽ 28 അധ്യായങ്ങളും 28 അധ്യായത്തിൻ്റെ ദൂതുകളും ഒന്നും പറയാൻ ഇന്ന് രാത്രി നമുക്ക് സമയമെടുക്കാൻ കഴിയില്ല. ആകയാൽ വിഷയത്തിലേക്ക് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ വരണം.
എങ്കിലും ഒരു കാര്യം മാത്രം ആമുഖ സന്ദേശത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായി തൻ്റെ സുവിശേഷത്തിൽ 4 പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തൻ്റെ സുവിശേഷം എഴുതുന്നത്. 4 പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മത്തായി തൻ്റെ സുവിശേഷം എഴുതുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് പരീശന്മാരെന്നാണ്. പരീശന്മാരെന്ന് പറയുന്ന കൂട്ടത്തെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. പരീശന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദന്മാരെന്ന് പറയുന്ന വലിയ ഗ്രൂപ്പിനെ സംരക്ഷിക്കാൻ വന്ന ഒരു കൊച്ചു സംഘടന, അതാണ് ഈ പരീക്ഷക്കൂട്ടം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ യഹൂദന്മാർക്ക് ദൈവത്തോട് ഇഷ്ടമാണ്, ദൈവിക പ്രമാണങ്ങളോട് ഇഷ്ടമാണ്. അവരെ ഒന്ന് സൂക്ഷിക്കുക, വിദേശ സമ്പ്രദായത്തിൽ നിന്നും യഹൂദന്മാരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനുവേണ്ടി പുറത്തു വന്നൊരു കൊച്ചു സംഘടനയാണ് ഈ പരീക്ഷക്കൂട്ടം എന്ന് പറയുന്നത്. എന്നാൽ മത്തായി സുവിശേഷത്തിൽ രണ്ടാമത് അഭിസംബോധന ചെയ്യുന്നത് സദൂക്യരെയാണ്. സദൂക്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീശന്മാർക്ക് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയാണ് സദൂക്യരെന്ന് പറഞ്ഞാൽ. നമ്മുടെ ഒരു ലോക്കൽ ഭാഷ പറഞ്ഞാൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ട്. അതൊക്കെ പറഞ്ഞപ്പോൾ ആരുടെയൊക്കെയോ മുഖമങ്ങ് വല്ലാതങ്ങ് വിടർന്നു. കൂടുതലും പാർട്ടിക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ന് പറഞ്ഞാൽ പരീശന്മാർക്ക് നേരെ എതിര് നിൽക്കുന്ന ഗ്രൂപ്പാണ് സദൂക്യരെന്ന് പറയുന്നത്. പരീശന്മാർക്ക് പ്രമാണത്തോട് ഇഷ്ടമാണ്, യഹൂദന്മാർക്ക് പ്രമാണത്തോട് ഇഷ്ടമാകുന്നത് കൊണ്ട് തന്നെ പരീശന്മാർക്കും പ്രമാണത്തോട് ഇഷ്ടമാണ്. പക്ഷേ ഈ സദൂക്യരങ്ങനെയല്ല, അവർ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. ഈ സദൂക്യർക്ക് ഒരു കൊച്ചു പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, പാപത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനവർ കണ്ടെത്തിയ വഴിയാണ് തെറ്റെന്ന് പറയുന്നത്. പാപത്തെ ആവോളം ആസ്വദിക്കുക, അങ്ങനെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് പഠിപ്പിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ സദൂക്യ കൂട്ടം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വെളിപ്പെടുത്താം. സിനിമ കാണുന്ന ഒരാളാണെങ്കിൽ, കൈയൊന്നും ഉയർത്തരുത്, നാണക്കേടാണ്, ഫസ്റ്റ് ഡേ ആകുന്നതേ ഉള്ളൂ. സിനിമ കാണുന്ന ഒരാളാണെങ്കിൽ എല്ലാ ദിവസവും സിനിമ കാണണം കേട്ടോ. രാവിലെ കാണണം, ഉച്ചയ്ക്ക് കാണണം, വൈകിട്ട് കാണണം. അങ്ങനെ സ്ഥിരമായിട്ട് സിനിമ കാണുമ്പോൾ സിനിമയോടുള്ള നിൻ്റെ ആസക്തി കുറയും. അങ്ങനെ നിനക്ക് ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് പഠിപ്പിച്ച ഒരു ടീച്ചിങ് ആണ് ഈ സദൂക്യരുടെ ടീച്ചിങ് എന്ന് പറയുന്നത്. മദ്യപിക്കുന്ന ഒരാളാണെങ്കിലേ എന്നും മദ്യപിക്കണം കേട്ടോ. രാവിലെ മദ്യപിക്കണം, ഉച്ചയ്ക്ക്, വൈകിട്ട്, ഇങ്ങനെ സ്ഥിരമായിട്ട് നീ മദ്യപിക്കുമ്പോൾ മദ്യത്തിൽ നിന്നുള്ള ആസക്തി നിനക്ക് കുറയും. അങ്ങനെ നിനക്ക് മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് പഠിപ്പിച്ചൊരു വല്ലാത്ത ടീച്ചിങ്. ഇതിപ്പം ഞാനിത് പറയുമ്പോൾ തന്നെ കേൾവിക്കാർക്കറിയാം ഇത് അമ്പേ പോഷത്വമായ പഠിപ്പീരാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. റീൽസ് കാണുന്ന ഒരാൾ എല്ലാ ദിവസവും റീൽസ് കാണുക, അങ്ങനെ റീൽസിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ പറ്റും എന്ന് പഠിപ്പിച്ച ഒരു കമ്മ്യൂണിറ്റി, അത് പോഷത്വമാണ് കേട്ടോ. അങ്ങനെ നടക്കുകയില്ല. ഇതാണ് സദൂക്യരുടെ ടീച്ചിങ് എന്ന് പറയുന്നത്. എന്നാൽ മത്തായി തൻ്റെ സുവിശേഷത്തിൽ മൂന്നാമത് അഭിസംബോധന ചെയ്യുന്നത് ശാസ്ത്രിമാരെയാണ്. ശാസ്ത്രിമാരാരാണെന്നറിയാമോ? അവർക്ക് പഠനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗാംഭീര്യമാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ ശിവകുമാർ പാസ്റ്റർ ഈ മീറ്റിങ്ങിന് എന്നെ ക്ഷണിച്ചല്ലോ, ഒത്തിരി സന്തോഷം. നിങ്ങളുടെ മുഖം കാണാൻ കഴിഞ്ഞു. അല്ല, എനിക്ക് പകരം ഇന്ന് രാത്രിയിൽ ഈ ശാസ്ത്രിമാരിൽ ഒരാളെയാണ് പ്രസംഗിക്കാൻ വിളിച്ചതെങ്കിൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന പോലൊന്നും അല്ല കേട്ടോ. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നൊരു കൊച്ചു വാക്യം എടുത്തുകൊണ്ട് വന്ന്, ആരാണ് ഇടയൻ? ഇടയനാകാൻ എന്തെല്ലാം ചെയ്തു? ഇടയൻ്റെ ആട്ടിൻകുട്ടങ്ങൾ എത്രയാണ്? ഇടയൻ ഇനി എന്നാണ് തിരിച്ചു വരുന്നത്? ഈ കാര്യങ്ങളെല്ലാം വേർതിരിച്ച് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ശാസ്ത്രിമാരെന്ന് പറഞ്ഞ്. പ്രസംഗമെന്ന് പറഞ്ഞ ഭയങ്കര ഗാംഭീര്യം, അവരുടെ അക്ഷരത്തിൻ്റെ ശുശ്രൂഷക്കാരാണ് ഈ ശാസ്ത്രിമാരെന്ന് പറയുന്നത്. എന്നാൽ മത്തായി തൻ്റെ സുവിശേഷത്തിൽ നാലാമത് അഭിസംബോധന ചെയ്യുന്നത് ഹെരോദ്യരെയാണ്. നിങ്ങളെ സുവിശേഷം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹെരോദിയർ പല പ്രാവശ്യങ്ങൾ കാണാൻ കഴിയും. ഹെരോദ്യർ എന്ന് പറയുന്ന കൂട്ടത്തിൻ്റെ പ്രശ്നം, അവർക്ക് യേശു മരിച്ചാലും സാരമില്ല, മരിച്ചില്ലേലും സാരമില്ല. യേശു ക്രൂശ് ചുമന്നാലും സാരമില്ല, ചുമന്നില്ലേലും സാരമില്ല. പകരം ഞങ്ങളുടെ കസേര എങ്ങനെയെങ്കിലും നിലനിർത്തണം പാസ്റ്റർ എന്ന് ആഗ്രഹിക്കുന്നൊരു കമ്മ്യൂണിറ്റിയാണ് ഈ ഹെരോദിയ മണ്ഡലം എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരുത്തൻ്റെ കുതികാലെ പിടിച്ച് താഴെയിട്ടാലും സാരമില്ല, അപ്പുറത്തവൻ്റെ വോട്ട് മറിച്ചാലും സാരമില്ല, എങ്ങനെയും ഞങ്ങളുടെ കസേരയൊന്ന് നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നൊരു കമ്മ്യൂണിറ്റി, അവരാണ് ഈ ഹെരോദിയ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ 4 വ്യത്യസ്തമായ ഗ്രൂപ്പ് തിങ്ങിപ്പാർക്കുന്ന കാലഘട്ടത്തിലാണ് മത്തായി തൻ്റെ സുവിശേഷം എഴുതുന്നത്. നാം വായിച്ചത് 15-ാമത്തെ അധ്യായമാണ്. 15-ാമത്തെ അധ്യായത്തിൽ നാം വായിച്ച വാക്യത്തിൽ 2 ദൂതുകളെയാണ് പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ദൂത്, യേശു അവിടം വിട്ടെന്നും സോർ സീദോൻ എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയെന്നും. ആ ദൂതിൻ്റെ തനതായ അർത്ഥം ഇത്രയേ ഉള്ളൂ: യേശു ഒരു പട്ടണത്തെ വിട്ടു, എന്നാൽ മറ്റൊരു പട്ടണത്തെ യേശു സ്നേഹിച്ചു. ഒരു പട്ടണത്തോട് യേശു ഗുഡ് ബൈ പറഞ്ഞു, എന്നാൽ മറ്റൊരു പട്ടണത്തിൽ യേശു ലാൻഡ് ഓഫ് ചെയ്തു. ഒരു പട്ടണത്തെ യേശു തിരസ്കരിച്ചു, മറ്റൊരു പട്ടണത്തെ യേശു തിരഞ്ഞെടുത്തു. യേശു അവിടം വിട്ടു, യേശു സോർ സീദോൻ എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് പോയി. അപ്പോൾ ഒരു പട്ടണത്തെ തിരസ്കരിച്ച
കർത്താവ് മറ്റൊരു പട്ടണത്തെ തിരഞ്ഞെടുക്കുകയാണ്. എന്തോ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലോ, പ്രസംഗം നിരവധി അനവധി ബുദ്ധിക്കകത്തുണ്ടെങ്കിലും മാറി മറിഞ്ഞു പോയ പ്രസംഗത്തിൻ്റെ താളുകൾക്കകത്ത് അതൊന്നും പ്രസംഗിക്കേണ്ട. ഈ വിഷയം ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കണം എന്നെൻ്റെ ഹൃദയത്തിനകത്ത് കർത്താവ് നൽകിയ വലിയ നിയോഗത്തിൻ്റെ പുറത്ത് നമ്മൾ വിഷയത്തിലേക്ക് വളരെ പ്രാർത്ഥനയോടെ വരികയാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. ഇതൊരു തുടക്ക ദിവസമാണല്ലോ. സാധാരണ കൊട്ടാരക്കരക്കാരായി ഞങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, തുടക്ക ദിവസത്തിൻ്റെ പ്രത്യേകത ഇല വിരിക്കുന്നത് പോലെയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ഇല വിരിക്കുന്ന പരിപാടിയാണ് ആദ്യത്തെ ദിവസമൊക്കെയുള്ള ദൈവദാസന്മാരുടെ നിയോഗം. അതുകൊണ്ട് ഒത്തിരി ഉപരിയും ഇപ്പോഴും ഒന്നും പതിവ് ശുശ്രൂഷിക്കുന്ന ശൈലി പോലെ ചെയ്യാതെ വളരെ ശാന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇല വൃത്തിയായാലേ അടുത്ത ദിവസം മുതൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ പറയാമോ? സ്തോത്രം. ലാസ്റ്റ് ദിവസം ഐസ്ക്രീം ഉണ്ട്, അതും കൂടെ കഴിച്ചേച്ചു ഒക്കെ പോകാവുള്ളൂ കേട്ടോ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. അടുത്ത ദിവസങ്ങളൊക്കെ വരുന്നത് ശക്തന്മാരായ ദൈവദാസന്മാരാണ്. പക്ഷേ അവർ വിളമ്പുന്നത് നമുക്ക് കഴിക്കണമെങ്കിൽ ഈ ഇല ഇന്ന് രാത്രി ഒന്ന് ക്ലീൻ ആയിരിക്കണം. അതുകൊണ്ട് വിഷയത്തിലേക്ക് വരികയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം യേശു താൻ ചെയ്യുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ് പ്രസംഗ വിഷയം എന്ന് പറയുന്നത്. എൻ്റെ വിഷയം അത്ഭുത പ്രവൃത്തിയല്ല, അതിലേക്കുള്ള വാക്യമാണ് എൻ്റെ പ്രസംഗ വിഷയം. ആകയാൽ 15-ാമത്തെ അധ്യായത്തിൽ 3 അത്ഭുതങ്ങളെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഒന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് കനാനി സ്ത്രീയുടെ മകളെ യേശു വിടുവിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് അച്ഛാ യേശു ഈ പട്ടണത്തിലേക്ക് കയറി ചെല്ലുന്നത്, സോർ സീദോൻ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് ചെല്ലുന്നത്. യേശു അവിടം വിട്ടിട്ട് ഇപ്പോൾ സോർ സീദോൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ചെല്ലാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പട്ടണത്തിൽ യേശുവിനൊരു അത്ഭുതം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് യേശു കയറി വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 15-ാമത്തെ അധ്യായത്തിൽ 3 അത്ഭുതങ്ങൾ എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതിനകത്തെ ഒന്നാമത്തെ അത്ഭുതമാണ് കനാനി സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം എന്ന അത്ഭുതം. അതവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് 29-ാമത്തെ വാക്യം മുതൽ 31-ാമത്തെ വാക്യം വരെയാണ് രണ്ടാമത്തെ യേശുവിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് കാണാൻ കഴിയുക. അവിടെ കിടക്കുന്ന വാക്ക്, യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലരികെ മലയിൽ കയറി അവിടെ ഇരുന്നു വളരെ പുരുഷാരം. ഇനി കേൾക്കണേ, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ കാൽക്കൽ വെച്ചു അവൻ അവരെ സൗഖ്യമാക്കി. അവൻ്റെ കാൽക്കൽ വെച്ചു അവൻ അവരെ സൗഖ്യമാക്കി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മഹാ അത്ഭുതത്തെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യേശു കർത്താവിൻ്റെ കാൽക്കൽ വന്നിരിക്കുന്നവരെയെല്ലാം യേശു സൗഖ്യമാക്കുന്ന ഒരു വമ്പൻ മിറക്കിൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. എന്ന് വെച്ചാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ല യേശു ഇവിടെ കൈകാര്യം ചെയ്യുന്നത്, പല ഡിപ്പാർട്ട്മെൻറ്റുകളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന സർവശക്തൻ്റെ കരമാണ് നമുക്ക് ഈ വാക്യത്തിനകത്ത് കാണാൻ കഴിയുക. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിൽ ഇരുന്നാൽ ഈ ദേശത്തിനകത്തൊരു സുവിശേഷത്തിൻ്റെ വിത്ത് വിതച്ചു തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ യേശുവിൻ്റെ ഒരു മഹാപ്രവൃത്തി ഞാൻ പറയാം. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, അവൻ സകല വിഷയവും നന്നായി കൈകാര്യം ചെയ്യാൻ സർവശക്തനായ ദൈവമാണത്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഹോസ്പിറ്റലിനകത്ത് ചെല്ലുമ്പോൾ ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഓർത്തോളജിക്ക് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, കാർഡിയോളജിക്ക് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എന്നാൽ യേശു അങ്ങനെയല്ല. നീ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ സകല വിഷയത്തെ, കുരുടർ, മുടന്തർ, ഊമർ, കൂനർ മുതലായ പലരെയും യേശു സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ എൻ്റെ യേശുവിന് കഴിയും. വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, മൂന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് വാക്യം 39-ാമത്തെ വാക്യത്തിലാണ് അവിടെ കിടക്കുന്നത്. 37-ാമത്തെ വാക്യത്തിനകത്ത് എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണം 7 വട്ടി നിറച്ചെടുത്തു. അതൊരു ചെറിയ അത്ഭുതമല്ല കേട്ടോ. സൺഡേ സ്കൂൾ കാലഘട്ടം മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു അത്ഭുതമാണ്. എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണം 7 വട്ടി നിറച്ചെടുത്തു. അർത്ഥം, യേശുവിൻ്റെ മരുഭൂമിയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് കർത്താവ് ഇങ്ങനെ അപ്പം എടുത്ത് ഉയരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ഇപ്പം അഭിമന്യു പാസ്റ്റർ ആണെങ്കിൽ ഓൺ ടൈമിനകത്ത് മീറ്റിംഗ് നിർത്തും. ആമേൻ. ദൈവദാസൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ആത്മനിയോഗത്തോടെ 10 വരെയാണ്. പക്ഷെ 10 വരെ ഒന്നും പോകുന്നത് ശരിയല്ല. ഒരു 10-20 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് രാത്രിയിലെ യോഗം നിർത്തണം. ഓൺ ടൈമിൽ തന്നെ നമ്മൾ നിർത്തും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നെഞ്ചത്തൂടി ഇടിപാട് പാസ് ചെയ്തു പാസ്റ്റേ, അത്രയൊക്കെ പോകുന്ന അത്രയൊന്നും പോവില്ല. ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗം നിർത്തും. പക്ഷേ യേശുവിൻ്റെ പ്രസംഗം അങ്ങനെയല്ലോ. യേശു ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചാൽ തീർത്തുന്നതാണ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ യേശു ഇവിടെ മരുഭൂമിയിൽ പ്രസംഗിച്ചു. 3 ദിവസത്തെ പ്രസംഗമാണ്. പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്കും ജനത്തിൻ്റെ വിശപ്പ് യേശു മനസ്സിലാക്കി. അവരോട് പറയുക, അവർ വഴി
വഴിയിൽ വെച്ച് തളർന്നു പോകാതിരിക്കാൻ നമുക്ക് അവർക്ക് അപ്പം കൊടുക്കണം. ഞാനതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം വാക്കിൻ്റെ ആഴം മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. തളർച്ച വരുന്നതിനേക്കാൾ മുമ്പ് തളരുമെന്ന് മുൻകൂട്ടി കണ്ട നാഥൻ അവർക്ക് വേണ്ടി അപ്പം കൊടുക്കുകയാണ്. സ്തോത്രം. അപ്പം നമ്മുടെ ദൈവം എന്തോ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. എൻ്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ, ഏതോ ഹോസ്പിറ്റലിൻ്റെ വാർഡിനകത്ത് ചെന്ന് കിടന്നപ്പോൾ സർജറി എല്ലാം ചെന്ന് കിടന്ന വാത്സല്യ ഒരു അപ്പച്ചനെ നോക്കി വേറൊരു അപ്പച്ചൻ ഇങ്ങനെ കവളിനകത്ത് കൈവച്ചിട്ട് പറയുക, അയ്യോടി അമ്മച്ചിയെ നിനക്കങ്ങനെ വന്നോ, സാരമില്ല, 1 കിലോ ആപ്പിളൊക്കെ കഴിക്കുക എന്ന് പറയുന്ന സന്ദർശകരെ നമുക്കറിയാം. പക്ഷേ ഈ തളർച്ച വരുന്നതിനേക്കാൾ മുമ്പ് തളരുമെന്ന് മനസ്സിലാക്കാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് പറഞ്ഞാൽ നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാ. അങ്ങനെയൊക്കെ യേശുവിന് മനസ്സിലാകുമോ? ഇന്ന് രാത്രി ശബ്ദം എത്ര ദൂരെ പോകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ പ്രസംഗത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഥമ രാത്രിയിൽ എൻ്റെ യേശുവിൻ്റെ രണ്ടാമത്തെ ക്വാളിറ്റി ഞാൻ പറയാം. നിന്റെ വിഷയം നിനക്ക് വരുന്നതിനേക്കാൾ മുമ്പ് അത് നന്നായി അറിയുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു രാജ്യത്തിലായിരുന്നു. മഞ്ഞ് പെയ്യുന്ന നാടാണ്, ഭയങ്കര തണുപ്പുള്ളൊരു രാജ്യമാണ്. സ്തോത്രം. എൻ്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ചെന്ന് തണുപ്പ് പെയ്യുന്നത് കൊണ്ട് എനിക്ക് വിശപ്പ് ഫീൽ ചെയ്യുന്നില്ല. അതുമാത്രമല്ല, തണുപ്പ് പെയ്യുന്ന രാജ്യമാകുന്നത് കൊണ്ട് എനിക്ക് ദാഹമുണ്ടാകുന്നില്ല. ആമേൻ. സാധാരണ നമ്മൾ ഈ വൈകിട്ട് 4 മണിക്കാണ് ചായയുടെ കൂടെ ബ്രെഡും ജാമും കഴിക്കുന്നത്. പക്ഷേ ഇവരിന്ന് നമുക്ക് ഉച്ചയ്ക്കാതിരുന്നേ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്നിട്ട് പറയാ വിറ്റാമിൻ ആവാസയെ കഴിച്ചോളാൻ. ഞാൻ പറഞ്ഞു ചുമ്മാതിരിക്കുക, തമാശ കാണിക്കല്ലേ, ഇത് ഞങ്ങൾക്ക് വൈകിട്ടാ കേരളത്തിൽ ഇന്ത്യയിൽ വൈകിട്ട് ചായയുടെ കൂടെ തരുന്നത്. അവർ പറഞ്ഞു ഇല്ല പാസ്റ്റർ, ഇത് ഇവിടുത്തെ മെയിൻ ഫുഡാണ്, കഴിച്ചോ. അപ്പോൾ നമുക്ക് ഈ ഫുഡ് സെറ്റാകുന്നില്ല, അതുകൂടാതെ ദാഹം ഫീൽ ചെയ്യുന്നില്ല, മഞ്ഞ് പെയ്യുന്ന സ്ഥലമല്ലേ. ആ സമയത്ത് ഞാനൊരു മീറ്റിങ്ങിന് ഇങ്ങനെ പോകുമോ, വാഹനത്തിനകത്ത് കയറി ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് സ്തോത്രം, നമ്മളൊക്കെ ആധുനിക കാലഘട്ടത്തിലാണല്ലോ ജീവിക്കുന്നത്. സ്മാർട്ട് വാച്ചുകളും സ്മാർട്ട് ഫോണുകളും നമ്മുടെ കൂട്ടത്തിൽ മെച്ചോറിറ്റി ആൾക്കാർ ഉപയോഗിക്കുന്നത്. ആ ഗെയിലും എൻ്റെ കയ്യിലുമുണ്ട് ഒരു കൊച്ചു സ്മാർട്ട് വാച്ച്. പൈസ കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ, ഗിഫ്റ്റാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, അസൂയില്ലാതൊരു സ്തോത്രം പറഞ്ഞേ. 4-5 പേർക്ക് അസൂയുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കോട്ടയത്തുള്ളൊരു കൊച്ചു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് സന്തോഷം തോന്നി ഒരു ഷോറൂമിൽ കൊണ്ടുവന്ന് മേടിച്ചു തന്നത് എന്തുവാകട്ടെ. അപ്പോൾ ഞാനിത് കെട്ടിക്കൊണ്ടാണ് മീറ്റിങ്ങിനകത്തേക്ക് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കാറിനകത്ത് ഏകദേശം ഒന്നാമത് ഞാൻ ഭയങ്കര വീക്കാണ് കേട്ടോ. എൻ്റെ ബോഡി ഭയങ്കരമായി വീക്കായിരിക്കുക. എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഫുഡ് സെറ്റാകുന്നില്ല. അപ്പോൾ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് എൻ്റെ സഹോദരൻ ഈ വാച്ച് കടന്ന് ഭയങ്കരമായിട്ട് അലാറം അടിക്കുക. എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് കീക്കി അടിക്കുന്നു, ഇത് വൈബ്രേറ്റ് ചെയ്യുന്നു, ഇത് അലാറം അടിക്കുന്നു. സംഭവം എന്താണെന്നറിയാം, ഞാൻ ഈ ഇത്രയും വലിപ്പമുള്ള സ്ക്രീനകത്ത് നോക്കിയപ്പോഴേ ഈ സ്ക്രീനകത്തൊരു മെസ്സേജ് എഴുതി കാണിക്കുക, യുവർ ബോഡി ഈസ് ടു ഡ്രൈ, യു ഡ്രിങ്ക് ദ വാട്ടർ എന്ന് വെച്ചാൽ നിന്റെ ബോഡി ഭയങ്കര വീക്കാ, നീ മര്യാദയ്ക്ക് പോയി വെള്ളം കുടിക്കാൻ. എനിക്കങ്ങ് ഇത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. നിങ്ങളൊന്ന് ചിന്തിച്ചേ, 5000-ന് താഴെയുള്ളൊരു വാച്ച് 1 മണിക്കൂർ എൻ്റെ കയ്യെ കെട്ടിയപ്പോൾ ആ വാച്ചിന് എൻ്റെ ബോഡിയുടെ സെൻസേഷൻ പിടികിട്ടി. എന്നിട്ട് ആ വാച്ച് എന്നോട് പറയാം, എടാ നിന്റെ ബോഡി വീക്കാ, പോയി മര്യാദയ്ക്ക് വെള്ളം കുടിക്കാൻ. ഈ ടെക്നിക്കൽ വാച്ചിന് ഇത്രയും എൻ്റെ ബോഡിയുടെ സെൻസേഷൻ പിടികിട്ടാൻ പറ്റുമെങ്കിൽ ആ കാറിനകത്തിരുന്ന് അറിയാതെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലി. എന്തിനാണെന്നറിയാമോ? ഉദരത്തിൽ ഉരുവായതിനേക്കാൾ മുമ്പ് കണ്ടവനും വിളിച്ചവനും വേർതിരിച്ചവനും വിശുദ്ധീകരിച്ചവനും പേര് നന്നായി അറിയാകുന്നവനും ഇന്ന് രാത്രി എൻ്റെ ശരീരത്തിൻ്റെ തളർച്ച മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി യോഗസ്ഥലത്തിനകത്തുണ്ടെങ്കിൽ മൗനമായി ഇരിക്കരുത്. അവർ ഇന്ന് രാത്രി കരമടിച്ചോ കരമുയർത്തിയൊക്കെ ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറ, ഞാൻ തളരുമ്പോഴല്ല എൻ്റെ യേശു അറിയുന്നത്, ഞാൻ വീഴുമ്പോഴല്ല എൻ്റെ യേശു അറിയുന്നത്, എൻ്റെ തളർച്ചയെ നന്നായി അറിയാകുന്ന സ്വർഗത്തിലെ ദൈവം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഇനി എനിക്ക് വാക്യത്തോടുള്ള ഇഷ്ടം എന്നാണെന്നറിയാമോ പാസ്റ്ററെ? യേശു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പാസ്റ്ററെ ശിഷ്യന്മാരോട് പറയുക, ഈ ജനം 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. എന്നെ ഗാംഭീര്യമായ വാക്ക. ഈ ജനം 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. നിക്ക്. ഈ പ്രസംഗം നടക്കുന്നത് എവിടാ? ഇത് മരുഭൂമിയിലല്ലേ? ഇവരിയ്ക്കുന്ന സ്ഥലം ഏതാ? ഇത് മരുഭൂമിയല്ലേ? പക്ഷെ പ്രസംഗം കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുക, ഇവര് മരുഭൂമിയിലൊന്നും അല്ല ഇരുന്നേ, ഈ ജനം 3 ദിവസമായി എൻ്റെ കൂടെ ആയിരുന്നേന്ന്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി യോഗ സ്ഥലത്തിനകത്തിരിക്കുന്നവർ പറയണോ, ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങി ഈ ആത്മീയ യോഗ ഞായറാഴ്ച വരെ ഇവിടെ തുടരുമ്പോൾ ഞങ്ങൾ ഈ പന്തലിന്റെ കീഴയിലല്ല, ഈ ഗ്രൗണ്ടിനകത്തല്ല, ഇന്ന് രാത്രി ഞങ്ങൾ യേശുവിന്റെ ഉള്ളം കരത്തിനകത്തായി ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളുണ്ടെങ്കിൽ ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് രക്തത്താൽ വചനത്താൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുകയാണ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. കണ്ട പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ തളർച്ച മുൻകൂട്ടി
കൂട്ടി കണ്ടിട്ട് എൻ്റെ യേശു ചെയ്യുന്ന മൂന്നാമത്തെ അത്ഭുതമാ 15-ാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ അത്ഭുതം. യേശു ഇങ്ങനെ അപ്പം ഉയർത്തിപ്പിടിച്ചു. ഇനി 2-3 മിനിറ്റ് എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. യേശു ഇങ്ങനെ അപ്പം ഉയർത്തിപ്പിടിച്ചു. യേശു ഇങ്ങനെ അപ്പം, അച്ഛാ എന്നെ ഒന്ന് നോക്കണേ അച്ഛാ. യേശു ഇങ്ങനെ അപ്പം ഉയർത്തി, സിസ്റ്റർ പ്ലീസ് എന്നെ ഒന്ന് നോക്കണേ. യേശു ഇങ്ങനെ അപ്പം ഉയർത്തിപ്പിടിച്ചു. മക്കളെ, കുഞ്ഞെ മോനെ, ആ മടിയിലിരിക്കുന്ന മോനെ, എന്നെ ഒന്ന് നോക്കടാ. യേശു ഇങ്ങനെ അപ്പം എടുത്തു. എന്നെ നോക്കെന്ന് ഞാൻ 3 പ്രാവശ്യം പറഞ്ഞിട്ടും നിങ്ങളുടെ കണ്ണി ടാബിലോട്ടല്ലേ പോയത്? അതെ, അങ്ങനാണെങ്കിൽ യേശു അപ്പം എടുത്ത് ഉയരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചപ്പോൾ സകല ശിഷ്യന്മാരുടെയും കണ്ണെവിടാന്നറിയാമോ? അപ്പത്തിൻ്റെ മേളില്. അപ്പത്തിന് ഇപ്പം എന്നാ പറ്റും പാസ്റ്റേ? ഇതിപ്പോഴെങ്ങാടും നുറുക്കപ്പെടുമോ? ഇത് ഞങ്ങൾക്ക് 9:30 മുമ്പ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? എൻ്റെ മുന്നേ പ്രിയപ്പെട്ടവർ, ഈ അപ്പത്തെ എന്നുള്ള കണ്ണങ്ങെടുക്ക്. എന്നിട്ട് അത് പിടിച്ചിരിക്കുന്ന ജീവന്റെ അപ്പത്തെ ഇന്ന് രാത്രി ഒന്ന് നോക്ക്. അത് നോക്കാൻ പറ്റിയ നിന്റെ ചരിത്രം ഇന്ന് രാത്രി മാറും. സഹോദര, ബ്രദറെ, ദേശമേ, യൗവനക്കാര, ഇന്ന് രാത്രി അത്ഭുതത്തിന്റെ അപ്പമായ വീട് നോക്കരുത്, അത്ഭുതത്തിന്റെ അപ്പമായ വണ്ടി നോക്കരുത്, അത്ഭുതത്തിന്റെ അപ്പമായ ബാങ്ക് ബാലൻസ് നോക്കരുത്, അത്ഭുതത്തിന്റെ അപ്പമായ സർട്ടിഫിക്കറ്റ് നോക്കരുത്, അത്ഭുതത്തിന്റെ അപ്പമായ ബിസിനസ് നോക്കരുത്, അത്ഭുതത്തിന്റെ അപ്പമായ വീസ നോക്കരുത്. ഇന്ന് രാത്രി അത് തരാൻ കഴിവുള്ള ജീവനുള്ള ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് ഇന്ന് രാത്രി നോക്കാമെങ്കിൽ നീ ഒരു വലിയ ചരിത്രമായി ഇന്ന് രാത്രി മാറും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. യേശു ഈ അപ്പം എടുത്ത് ഉയരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. അതിങ്ങനെ നുറുക്കി കേട്ടോ. അടുത്ത വാക്കൊരു ബ്യൂട്ടിഫുൾ വേർഡാണ്. യേശു വാഴ്ത്തി. ഒന്ന് ഉറക്കെ പറഞ്ഞേ. സ്തോത്രം. വാഴ്ത്തി എന്ന് പറഞ്ഞാൽ എന്തോത്തിനെ വാഴ്ത്തി എന്നാണെന്നറിയാമോ? യേശു എന്തിനെ വാഴ്ത്തിയെന്ന്? അപ്പത്തെ വാഴ്ത്തി എന്ന് പറഞ്ഞവർ നാളെ വൈകിട്ട് വരുമ്പോൾ ഒരു 10 പെട്ടെന്ന് എംബോസിഷൻ എഴുതിക്കൊണ്ട് വരണം കേട്ടോ. അപ്പത്തെ വാഴ്ത്താൻ നമുക്ക് പ്രമാണം അപ്പത്തെ നല്ല ലോകത്തിലെ ഒരു വേൾഡ് മെറ്റീരിയൽസും വാഴ്ത്താൻ നമുക്ക് പ്രമാണമില്ല. സാധാരണ ഈ നിങ്ങൾക്കൊരു സങ്കടം തോന്നരുത് കേട്ടോ. ഈ ട്രിവാൻഡ്രം ഭാഗത്ത് മാത്രം വരുമ്പോൾ തരുന്ന ഒരു പൊലിപ്പി രാമ സന്ദേശമുണ്ട് ഞങ്ങൾക്ക്. കേരളത്തിലെ 14 ജില്ലകളിൽ 13 ജില്ലകൾക്കും ഇല്ലാത്ത ഒരു കൊച്ചു പ്രശ്നം ട്രിവാൻഡ്രം പട്ടണത്തിലുണ്ട് കേട്ടോ. അമ്മ ക്ഷമിച്ചേക്കണേ, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെല്ലുക. ഇവിടെ വരുമ്പോൾ മാത്രം ഒരു പൊലിപ്പി രാമക സന്ദേശമുണ്ട്. പ്രിയരെ, ഇന്ന് നമ്മുടെ നടുവിൽ വന്നിട്ടുള്ളത് ലോകരാജ്യങ്ങളിൽ ദൈവം ശക്തമായി വലിച്ചെറിഞ്ഞ് ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ വിലേറിയ അഭിഷേകം അതിന് നീട്ടുണ്ട്. സ്തോത്രം. വിലേറിയ അഭിഷക്തൻ. എൻ്റെ മുന്നേ പ്രിയപ്പെട്ടവരെ, ഇത്രയൊന്നും വാഴ്ത്താൻ പാടില്ല. ലോകത്തിലെ ഒരു പ്രവാചകനെയും പാസ്റ്ററിനെയും പ്രാസംഗികനെയും പാതിരിയെയും ഇത്രയും വാഴ്ത്തുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. വാഴ്ത്തപ്പെടാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ യോഗ്യൻ. അവൻ്റെ പേരാണ് നസറേയനായ യേശു. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ആകയാൽ നീ ഒന്നിനെയും വാഴ്ത്തരുത്, ലോകത്തിലെ യാതൊന്നിനെയും വാഴ്ത്തരുത്. വാഴ്ത്തപ്പെടാൻ പിതാവായ ദൈവമാണ് യോഗ്യൻ. യേശു സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തിയെന്ന. സ്വർഗത്തിലിരിക്കുന്ന എന്നാച്ചാ, സ്വർഗത്തിൽ അപ്പമല്ല ഇരിക്കുന്നത്, അപ്പനായിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളുടെ കരമൊക്കെ പിടിച്ച് ചിരിച്ചോണ്ട് പറഞ്ഞാട്ടെ, അപ്പത്തെ വാഴ്ത്തരുത്, അപ്പനെ വാഴ്ത്തണം. ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞേ, അപ്പത്തെ വാഴ്ത്തരുത് ബ്രദർ, അപ്പനെ വാഴ്ത്തണം. അപ്പനെ വാഴ്ത്തിയിട്ട് അടുത്ത വാക്ക് കേൾക്കണേ. യേശു സ്തോത്രം ചൊല്ലി നുറുക്കി. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, എന്തോ ചെയ്തു? സ്തോത്രം ചൊല്ലി. ഇനി ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം. ഇതെങ്ങനെ രഹസ്യമാകത്? നാട്ടുകാർ മൊത്തം കേൾക്കുകയല്ലേ. എങ്കിലും ഞാൻ നിങ്ങളോട് ഒരു മാർമിക രഹസ്യം പറയാം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ 3.5 കൊല്ലത്തെ ശുശ്രൂഷയിൽ യേശു 3 സ്തോത്രേ പറഞ്ഞോളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശു 3 സ്തോത്രേ പറഞ്ഞോളൂ പാസ്റ്റേ. എന്നിട്ടാണോ പാസ്റ്റർ ഞങ്ങളെ കൊണ്ട് ഇമാതിരി സ്തോത്രം പറയിപ്പിക്കുന്നത്? അതും പെരുവിരളത്തിൻ്റെ ഇരച്ചി പോലെ. പിന്നെ പറയാ തകർത്ത് ഇടിമുടമോ പോരാ. ആമേൻ. യേശു 3 സ്തോത്രേ പറഞ്ഞു. യേശു 3 സ്തോത്രേ പറഞ്ഞോളൂ. 3.5 കൊല്ലത്തെ ശുശ്രൂഷയിൽ യേശു 3 സ്തോത്രേ പറഞ്ഞോളെന്ന്. അതെവിടേക്ക്? അത് വീട്ടിൽ പോയി പഠിക്കണം കേട്ടോ. അത് 3 പഠിപ്പീരുകളാണ്, 3 ടീച്ചിങ്ങുകളാണ്. യേശു എവിടെയൊക്കെ സ്തോത്രം പറഞ്ഞെന്ന് പറയണം. അതിനകത്ത് ഒരു സ്തോത്രം എവിടെയുണ്ട്? യേശു അപ്പമെടുത്ത് ഉയരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച സ്തോത്രം പറഞ്ഞു. അതിനർത്ഥം എന്നാണെന്നറിയാമോ? കഴിക്കാനിരിക്കുന്നവരുടെ എണ്ണം വലുതും ആ കയ്യിലിരിക്കുന്നത് കുറച്ചും. അപ്പോൾ യേശു എന്നാ പറഞ്ഞു? സ്തോത്രം. അപ്പോൾ ആവശ്യം വലുതും കയ്യിൽ കുറവ് വരുമ്പോൾ എന്നാ പറയണം? സ്തോത്രം. ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുന്നതിന് മുമ്പ് മമ്മി സ്തോത്രം പറയണമെന്ന്, കടം മേടിക്കുന്നതിനേക്കാൾ മുമ്പ് സ്തോത്രം പറയണമെന്ന്. കയ്യിൽ എപ്പോൾ ഇല്ലായ്മ വന്നാലും ആവശ്യം വലുതായാൽ അപ്പോഴേ അങ്ങ് സ്തോത്രം പറഞ്ഞോണം. അതാ യേശു പഠിപ്പിച്ച സ്തോത്രത്തിൻ്റെ 1ാമത്തെ ടീച്ചിങ് എന്ന് പറയുന്നത്. യേശു സ്തോത്രം പറഞ്ഞു, എന്നിട്ട് ശിഷ്യന്മാരുടെ കൈ കൊടുത്തു. അവർ പന്തിയായിട്ടിരുന്നു. ഇവിടെ ഞാനൊരു സാധാരണ ഉപദേശം നിങ്ങളോട് പറയാം. എൻ്റെ മുന്നേ പ്രിയപ്പെട്ടവരെ, ഇവർ ഈ നിലത്താണല്ലോ ഇരിക്കുന്നത്, തറയിലാണല്ലോ ഇരിക്കുന്നത്. ശിഷ്യന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ ഹൈറ്റാണ്. യോഹന്നാൻ്റെ ഹൈറ്റ് അല്ല പത്രോസ് അച്ചായന്, പത്രോസ് അച്ചായൻ്റെ ഹൈറ്റ് അല്ല മത്തായിക്ക്, മത്തായിയുടെ ഹൈറ്റ് അല്ല യൂദായിക്ക്. ഓരോരുത്തർക്കും ഓരോ ഹൈറ്റാണ് ഉള്ളത്. ഇനി എത്ര ഹൈറ്റ് കൂടിയ പാസ്റ്റർ ആണെങ്കിലും എത്ര ഹൈറ്റ് കുറഞ്ഞ പാസ്റ്റർ ആണെങ്കിലും വിളമ്പാൻ ചെല്ലുമ്പോൾ എല്ലാവരും ഒരുപോലെ കുനിയണം. ഒരു സ്തോത്രം പറഞ്ഞേ.
ഇവിടെ ഒരു ശുശ്രൂഷകന്റെ ഗൗരവത ഞാൻ മനസ്സിലാക്കിയത്. എന്നാ ഷോ ഓഫ് കാണിക്കാനാ, എന്തിനാച്ചായി കോളറെ കിടന്ന് പിടിക്കുന്നേ? തമ്പുരാന് കൊച്ചു കൃപ തന്നതുകൊണ്ടല്ലയോ ഈ മാന്യതയൊക്കെ കിട്ടിയത്? ഇന്ന് രാത്രി നമുക്ക് ഷോ ഓഫ് കാണിക്കാനൊന്നുമില്ല. സർവീസ് എന്ന് പറഞ്ഞാൽ, വിളമ്പൽ പരിപാടി എന്ന് പറഞ്ഞാൽ, ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എത്രത്തോളം കുനിഞ്ഞു വരാമോ അത്രത്തോളം കുനിഞ്ഞു വരണം. അപ്പൊ ദേശത്തിനകത്തുണ്ടായിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ഞാൻ നിരുത്താം. പാസ്റ്റർമാർക്കെതിരെ ഇത്രയും ട്രോൾ അഴിച്ചു വിട്ടിട്ട് എന്താ പ്രതികരിക്കാത്തതെന്ന് മനസ്സിലാകുന്നുണ്ടോ? എന്താ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചാൽ, ഇത്രയും ചീത്ത വിളിച്ചിട്ടു, ഇത്രയും കളിയാക്കിയിട്ടു തിരിച്ച് പ്രതികരിക്കാത്തത് പ്രതികരിക്കാൻ തൻ്റെ ഇടമില്ലാത്തത് കൊണ്ടല്ല, നിൽക്കുന്നതൊരു വിളമ്പൽ ശുശ്രൂഷയില്ല. ഇത് മാക്സിമം അങ്ങ് താഴ്ന്നു വരുന്നേ ഉള്ളൂ. നന്ദിയോടെ സ്തോത്രം പറയുക. ഇനി കഴിക്കാനിരിക്കുന്ന ദൈവജനത്തിൻ്റെ ശ്രദ്ധയ്ക്ക് കൂടെ ഞാനങ്ങ് പറയാം. മോനെ പടങ്ങി പോവാന്നോ? അല്ല, പോയി ചുമ്മാ. സ്തോത്രം. കഴിക്കാനിരിക്കുന്ന ജനത്തിൻ്റെ ശ്രദ്ധയ്ക്കും കൂടെ ഞാൻ പറയാം. സ്തോത്രം. എന്തായാലും പാസ്റ്റർ ഇത്രയും കുനിഞ്ഞല്ലോ, എന്നാൽ പിന്നെ പുള്ളിയുടെ തലയുടെ മണ്ടയ്ക്ക് കയറിയിരിക്കാം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അതും തെറ്റാ. പുള്ളി നമുക്ക് വേണ്ടിയാണ് ഇത്രയും കുമ്പിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഒരുമിച്ച് സഹകരിച്ചാലേ ഈ വിളമ്പൽ പരിപാടി നന്നാകത്തോളൂ. ദൈവത്തിന് ഞാൻ സ്തോത്രം ചൊല്ലുക. എന്തായാലും വിളമ്പി അവസാനം ബാക്കി ശേഷിച്ചതെല്ലാം കൂടെ 12 കൊട്ട നിറച്ചെടുത്തു. ഇതാണ് മഹാ അത്ഭുതം എന്ന് പറയുന്നത്. ഈ 3 അത്ഭുതങ്ങളാണ് 15-ാമത്തെ അധ്യായത്തിൽ എൻ്റെ വാഴ്ത്തപ്പെട്ട മശിഹ കർത്താവായ യേശു ചെയ്യുന്നത്. ഇനി വിഷയത്തിലേക്ക് നമ്മൾ വരാം. ഈ 3 അത്ഭുതങ്ങളിൽ 2 അത്ഭുതം എന്ന് പറയുന്നത്, ഈ 3 അത്ഭുതങ്ങളിൽ 3 അത്ഭുതവും ഒരു മനുഷ്യൻ്റെ ട്രൈക്കോട്ടമിയുടെ 2 ഘടകങ്ങളുമായി ചോർന്ന് കിടക്കുകയാണ് എന്ന് വെച്ചാൽ, ഞാൻ കുറച്ചും കൂടെ തനതായ ഭാഷയിൽ വിശദീകരിക്കുക. ആ നീല ഷർട്ട് ഇട്ട മോനൊന്ന് ഓടി വരാവോ? മോനെ ഒന്ന് ഓടി വന്നേ. നീ തന്നെ ഓടി വാ, പെട്ടെന്ന് വാ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ട്രൈക്കോട്ടമിയ, 3 ഘടകങ്ങളാണ് അവനുള്ളത്. സാധാരണ ഞാൻ എല്ലായിടത്തും പറയുന്നൊരു വാക്കാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറേ കൂടെ മനസ്സിലാകും. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ത്രിവിധ ഘടകങ്ങളാണ്, 3 ഘടകങ്ങളാൽ നിർമ്മിതമാണ്. ഈ ഞങ്ങളുടെ സഹോദരനെ നോക്ക്, ഇവനെന്നല്ല, നമ്മളെല്ലാവരും 3 ഘടകങ്ങളാൽ നിർമ്മിതമാണ്. ഇപ്പം നമ്മളെല്ലാവരും കൂടെ പിടിച്ച് സ്റ്റേജിൽ നിർത്താൻ സ്ഥലമില്ലല്ലോ. അപ്പം നമ്മളെ പ്രതിനിധിയായിട്ട് പുള്ളിയെ പിടിച്ച് നിർത്തിയിരിക്കുക. ഇവനെ നിങ്ങൾ നോക്ക്, 3 ഘടകങ്ങളാൽ ഇവൻ നിർമ്മിതമാണ്. ഒന്നെന്ന് പറയുന്നത് ഇവൻ്റെ പച്ചയായ ശരീരമാണ്. 2 എന്ന് പറയുന്നവൻ്റെ ഹൃദയമാണ്. 3 എന്ന് പറയുന്നത് ഇവൻ്റെ ആത്മാവാണ്. ശ്രദ്ധിച്ചോ, ഒന്നെന്ന് പറയുന്ന മനുഷ്യ, നീ ഒരു ശരീരത്താൽ നിർമ്മിതമാ. പിന്നെ മനുഷ്യനെ, നിങ്ങളൊരു ഹൃദയം കൊണ്ട് നിർമ്മിതമാ. പിന്നെ നിങ്ങൾക്കൊരു ആത്മാവുണ്ട്. ഈ 3 ഘടകങ്ങളാണ് ഏതൊരു ജാതിയിൽപ്പെട്ടവൻ, ഇസ്ലാമാകട്ടെ, അവൻ ഹൈന്ദവനാകട്ടെ, അവൻ ക്രിസ്ത്യാനിയാകട്ടെ, ഏതൊരു സാധാരണക്കാരനാണെങ്കിലും പണക്കാരനാണെങ്കിലും അവൻ ഈ 3 ഘടകങ്ങളാലായിട്ടാണ് ദൈവം നിർമ്മിതമാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവൻ്റെ ദേഹവും ദേഹിയും ആത്മാവുമാണിത്. മക്കളെ, ദേഹം ഒന്ന് തൊട്ട് കാണിച്ചേ, ശരീരം ഒന്ന് തൊട്ട് കാണിച്ചേടാ. ഇവൻ്റെ ശരീരം എന്ന് പറയുന്നത് നെഞ്ചിൻ്റെ ഇടത് മേഖലയോട് ചേർന്ന് കിടക്കുന്നൊരു മധ്യഭാഗമാണ് പുള്ളിയുടെ ശരീരം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെയോ ഭയങ്കര വെയിറ്റാ പാസ്റ്റർ, വീട്ടിൽ വെച്ചിട്ട് വന്നേക്കുക ആണോ? എന്നാൽ ചിരിച്ച നിങ്ങളെ നോക്കി പറയാം, നിങ്ങളുടെ ശരീരം ഒന്ന് തൊട്ട് കാണിച്ച് അവനെ വിട്. ചിരിച്ച നിങ്ങളെ നോക്കി പറയാം, നിങ്ങൾ ആ സഹോദരിമാരെ ശരീരം തൊട്ട് കാണിച്ച്, ആൻറ്റിമാരെ പെട്ടെന്ന് ശരീരം ചുമ്മാ തൊട്ട് കാണിക്കുക. ശരീരം തൊട്ട്, അത് നെഞ്ചിൻ്റെ കൂടാ മാമേ കേട്ടോ, നെഞ്ചാണ് അത്. ചെസ്റ്റ് അമ്മച്ച, അത് ചെസ്റ്റാ. ഈ ശരീരം ഒന്ന് തൊട്ട്, അങ്കിളുമാരെ ശരീരം ഒന്ന് തൊട്ട് കാണിക്കാമോ? ചുമ്മാ അത് നെഞ്ചാങ്കളെ, അത് നെഞ്ചാ. ശരീരം അത് വയറാങ്കളെ, വയറാ. ശരീരം ഒന്ന് തൊട്ട് കാണിക്കാമോ മക്കളെ? ശരീരം ഒന്ന് തൊട്ട് കാണിക്കാമോ? കഴുത്തിൻ്റെ ഭാഗമാണ് കേട്ടോ, തോളലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ശരീരം എന്ത് ചെയ്യും? അതങ്ങനെ തൊട്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല പാസ്റ്റർ. ഹോൾ ബോഡിയാണ് ഞങ്ങളുടെ ശരീരം. മനോഹരമായി മോൻ്റെ മുടികൾ, കണ്ണുകൾ, കാതുകൾ, അവയവങ്ങൾ, വിരലുകൾ, ഇതെല്ലാം കൂടെ ചേരുന്നതായി ഈ പുള്ളിയുടെ ശരീരം എന്ന് പറയുന്നത്. സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് ഇവൻ്റെ ശരീരമാണെങ്കിൽ ഇതിന് ഒത്തിരി കുറവുണ്ട്. സ്തോത്രം. സാധാരണ ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ ഇത്രയും വൈകി ഇറങ്ങിയിട്ടും പിന്നെയും തിരിഞ്ഞൊന്നുകൂടെ കണ്ണാടി നോക്കി എല്ലാം ഓക്കെയാണോ എന്നാ. എന്നിട്ട് നമ്മൾ പറഞ്ഞു, ഇച്ചിരിയും കൂടെ നീളം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരായേനെ, ഇച്ചിരിയും കൂടെ ഒക്കെ കളറുണ്ടെങ്കിൽ പാസ്റ്റർ, ഞങ്ങൾ ഇച്ചിരിയും കൂടെ ഒക്കെ മുടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരായേനെ എന്നാണ് പാസ്റ്റർ ഈ പറയുന്നത്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവർ, ഇതെല്ലാം പ്രശ്നമുള്ളതാണ്. ഒരു 6 അടി കൂടുതൽ ഹൈറ്റ് ഉള്ള ഒരാളാണ് ഞാൻ. അസൂയില്ലാത്തൊരു സ്വതന്ത്രം പറയാമോ? ഇല്ല, അസൂയക്കാരാച്ചാ. സ്തോത്രം. 6 അടി ഹൈറ്റുള്ള എന്നോട് ചോദിക്കുക, ഹൈറ്റ് പ്രശ്നമാണോ? ഹൈറ്റ് ഭയങ്കര പ്രശ്നമാണ്. സ്തോത്രം. ഇനി ഹൈറ്റ് കുറഞ്ഞാൽ അതിനേക്കാൾ പ്രശ്നമാണ്. വണ്ണം പ്രശ്നമാണോ? വണ്ണം പ്രശ്നമാണോ എന്നോ. ഞങ്ങൾ ഈ എറണാകുളം ഭാഗത്തൊക്കെ മീറ്റിംഗ് വരുമ്പോൾ വെളുപ്പിന് ശിവകുമാർ പാസ്റ്റർ രാവിലെ ഇറങ്ങും, ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങും. കാരണം 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇത് താഴ്ചയുള്ള ശരീരമാണ്. ഈ ശരീരം ഇവിടെ നിൽക്കട്ടെ. ഇനി ഇതിനകത്തൊരു സംഗതിയുണ്ട്, അതാണ് ഇവൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. 2 ഹൃദയങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഒന്നാമത്തെ ഹൃദയം മെഡിക്കൽ സയൻസ് പറയുന്ന ഹൃദയമാണ്. എന്ന് വെച്ചാൽ മക്കളെ, കൈമുഷ്ടി ഒന്ന് ചുരുട്ടി പിടിച്ച് കാണിച്ചേ. കൈമുഷ്ടി ചുരുട്ടി പിടിക്കുമ്പോൾ എത്രയും വലിപ്പം ഇതിനുണ്ടോ, ഇത്രയും വലിപ്പമേ ഈ പുള്ളിക്കാരൻ്റെ ഹൃദയത്തിനും ഉള്ളൂ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വലിപ്പം അറിയാൻ നിങ്ങളുടെ കൈമുഷ്ടി ഒന്ന് ചുരുട്ടി പിടിച്ച് നോക്കിയാൽ മതിയെന്നേ. അത്രയും ഇപ്പം നോക്കണ്ട, വീട്ടിൽ പോയി നോക്കി, അടുത്തിരിക്കുന്ന ആളിനെ ഇടിക്കാൻ വീട്ടിൽ പോയി നോക്കിയാൽ മതി. സ്തോത്രം. അത്രയും വലിപ്പമേ ഈ ഹൃദയത്തിനുള്ളൂ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇത് 24 മണിക്കൂറും ഇടിച്ചുകൊണ്ടിരിക്കുക. 24 മണിക്കൂറും ഇടിച്ചുകൊണ്ട്, ഞാൻ പറയുമ്പോൾ ചുമ്മാതെങ്കിലും ചെക്ക് ഇടിക്കുന്നുണ്ടോ നോക്ക്. ഇടിക്കുന്നുണ്ടോ? ചുമ്മാതെങ്കിലും ചെക്ക് ചെയ്യുന്നു. ഇടിക്കുന്നുണ്ടോ?
അല്ലെ പിന്നെ സമയരെത്തിപ്പാടി മൂക്കി 2 പഞ്ഞൊക്കെ വെച്ച് കാലൊക്കെ കൂട്ടിക്കെട്ടി പെട്ടിക്കകത്ത് കോട്ട് ഇടിക്കുന്നുണ്ട്. സ്തോത്രം. അത് 24 മണിക്കൂർ ഇടിച്ചുകൊണ്ടിരിക്കുക. എന്തിനത് ഇടിക്കുന്നത്? സ്കൂളിൽ പഠിച്ചായിരുന്നു. ആ മടിയിരിക്കുന്ന മോൻ പറ, മക്കളെ സ്കൂളിൽ പഠിച്ചു, എന്തിനാ ഇടിക്കുന്നത്? അന്ന് പോയില്ല. ഓക്കെ. അപ്പുറം ഇരിക്കുന്ന ഷർട്ടിട്ട് മോനെ പറയടാ, ഇതെന്തിനാ ഇടിക്കുന്നത്? CBSE ആയിരുന്നു. ഓക്കെ. ആ ബാക്കിലിരിക്കുന്ന വണ്ണമുള്ള മോൻ പറ, മക്കളെ എന്തിനാ ഇത് ഇടിക്കുന്നത്? ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. ഓക്കെ. ഇത് 24 മണിക്കൂർ ഇടിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ ഇത് ഇടിക്കുന്നതെന്ന് അറിയാമോ? ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത് മെഡിക്കൽ സയൻസ് പറയുന്ന ഹൃദയമാണ്. ബൈബിൾ പറയുന്ന ഹൃദയം എന്നാണെന്നറിയാമോ? ബൈബിൾ പറയുന്ന ഹൃദയം വികാരങ്ങളാണ്, ഇച്ഛകളാണ്, മോഹങ്ങളാണ്, ആഗ്രഹമാണ്, താല്പര്യമാണ്, സന്തോഷമാണ്, കണ്ണുനീരാണ്, കോപം ജനിക്കുന്ന മേഖലയാണ്. ദേഷ്യമുള്ളവരെല്ലാം കൂടെ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അത്രയും പേർക്ക് എന്തോ ഉണ്ട്? ദേഷ്യമുണ്ട്. സ്തോത്രം. എന്നാൽ കൈ ഉയർത്താത്ത കുറച്ച് വിശുദ്ധന്മാരെ ഞാൻ ഇതിനിടയിൽ കണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എന്തോ ഇല്ല മോനെ, ദേഷ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അത്യാവശ്യം മീറ്റിംഗ് കഴിയുമ്പോൾ ഡോക്ടറെ ഒന്ന് പോയി കാണണം കേട്ടോ. എന്നിട്ട് ഡോക്ടറോട് പറയണം, ചിരിക്കാൻ പറ്റുന്നുണ്ട് സാറേ, കരയാൻ പറ്റുന്നുണ്ട്, പക്ഷേ എന്തുമാത്രം പറ്റുന്നില്ല? ദേഷ്യപ്പെടാൻ മാത്രം പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയും, എൻ്റെ പൊന്നു ബ്രദറെ, അതൊരു വികാരം, അതിൻ്റെ സ്ക്രൂ അഴിഞ്ഞിരിക്കുക, മുറുകി തരാമെന്ന് പറയും. അതൊരു വികാരമാണ്. സ്തോത്രം. അപ്പോൾ ഇതെല്ലാം ഹൃദയത്തിൻ്റെ നിഗൂഢ മനുഷ്യനുണ്ടാകുന്നതാണ്. ഹോൾഡ് ചെയ്ത് പിടിക്കുക. 1 ശരീരം, 2 ഹൃദയം. ഇനി ഇതിനകത്തൊരു സംഭവമുണ്ട്. അതാണ് സ്പിരിറ്റ്, ആത്മാവെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ മോനെ ഇങ്ങനെ സ്റ്റേജിൽ നിർത്തിയിരിക്കുന്നത് ഇവൻ്റെ നട്ടലിൻ്റെ ശക്തിയല്ല, ഇവൻ്റെ അകത്തുള്ള ആത്മാവുള്ളത് കൊണ്ടാണ് ഇവനെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഇത് പോയാൽ എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒത്തിരി മസിൽ പവർ കാണിക്കാതിരിക്കുന്നതാണ് നല്ല. സ്തോത്രം. ഒത്തിരി ആൾബലം എന്തിനേ മസിൽ വിരിപ്പിക്കുന്നത്? എന്തിനേ ആൾബലം കാണിക്കുന്നത്? എന്നാൽ പിന്നെ കണ്ടിട്ടാ എൻ്റെ അഡ്രസ്സ് വായോടാ, വീട്ടിൽ വായോടോ, ഞങ്ങൾക്കൊണ്ടാ. ഈ ദേശം ഏതാണെന്ന് നിനക്കറിയാമോ? എൻ്റെ പൊന്ന് പ്രിയരേ, ഇതെല്ലാം എടുത്ത ഡയലോഗാ. ഈ ദേശം ഏതാണെന്ന് നീ വരത്തനാണോ? സ്തോത്രം. എന്തിനാ ഈ മസിൽ പവർ കാണിക്കുന്നത്? ഈ ആത്മാവകത്ത് ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നട്ടലോടെ നിൽക്കുന്നത്. ഇത് പോയാൽ പരിപാടി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്ന, ഒത്തിരി നിഗളിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ഹല്ലേലൂയ പറയാമോ? സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ വായിച്ച 15-ാമത്തെ അധ്യായത്തിലെ 3 അത്ഭുതങ്ങൾ ഇവൻ്റെ 2 ഘടകങ്ങളുമായി കണക്റ്റഡാ. അവസാനം തൊട്ട് നമുക്ക് വരാം. അപ്പം എടുത്ത് യേശു ഉയരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു, വാഴ്ത്തി നുറുക്കി കൊടുത്തു, വയറ് നിറഞ്ഞു. ഇന്ന് ഇവൻ്റെ വയറ് സൂപ്പറാ. ഭാവി സെൻട്രൽ പാസ്റ്റർ ആവല്ലേ? സ്തോത്രം. ഇന്ന് അവൻ്റെ വയറ് നിറഞ്ഞു. ഈ വയറ് നിറയുക എന്നുള്ള അത്ഭുതം മക്കളെ, ശരീരത്തിന് വേണ്ടി യേശു ചെയ്ത അത്ഭുതമാണോ? ഹൃദയം മനസ്സിന് വേണ്ടി യേശു ചെയ്തതാണോ? ആത്മാവിന് വേണ്ടി യേശു ചെയ്തതാണോ? നിങ്ങൾ പറഞ്ഞേ. ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് ആത്മാവ് വിലപ്പെടാനല്ല. ഒരു സ്തോത്രം പറഞ്ഞേ. അല്ല. സ്തോത്രം. അപ്പോൾ ഇത് പിന്നെ ശരീരത്തിനുള്ള ബലമല്ലേ? ശരീരത്തെ അല്ലേ യേശു ബലപ്പെടുത്തിയത്? ആ ശാരീരിക അത്ഭുതമല്ലേ ഇവിടെ നടന്നത്? നിൽക്കട്ടെ. 2-ാമത്തെ അത്ഭുതം, കുരുടർ, മുടന്തർ, കൂനർ പലരെയും യേശുവിൻ്റെ കാൽക്കൽ കൊണ്ടുവന്നു. യേശു അവരെ അപ്പം വന്നതല്ല, ഇവരെ കൊണ്ടുവന്നതാ. അടുത്തിരിക്കുന്ന ആളുടെ കരമൊക്കെ പിടിച്ചോണ്ട് വന്ന പറഞ്ഞാട്ടെ, ചിലർ വരത്തില്ല, അവരെ നമുക്ക് കൊണ്ടുവരണം. സന്തോഷത്തോടെ അങ്ങനെ ബൈബിളിലെ വാക്യം. വന്നതല്ല മോനെ, അവരെ കൊണ്ടുവന്നതാ. യേശുവിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചെന്നാ. അപ്പോൾ അവർ വന്നതല്ല, അവരെ കൊണ്ടുവന്നു. അപ്പോൾ നാളത്തെ മീറ്റിങ്ങിൽ ഒരാളെ കൂടെ എന്ത് ചെയ്യണം? അവർ വരികയല്ല, അവരെ കൊണ്ടുവരണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കൊണ്ടുവച്ചു. കുരുടരും മുടന്തരും ഊമരും കൂനരും യേശു അവരെ സൗഖ്യമാക്കി. മക്കളെ, ശാരീരിക അത്ഭുതമാണോ? ഹൃദയത്തിന് കൊടുത്തതാണോ? ആത്മാവിന് കൊടുത്തതാണോ? വരികയും വേണ്ടായിരുന്നു ഇന്നല്ലേ? പറഞ്ഞേ. ശരീരം. റൈറ്റ്. സ്തോത്രം. നിങ്ങളെല്ലാം കൂടെ പൈസ ഇട്ട് അച്ഛനൊരു കേക്ക് മേടിച്ചു കൊടുക്കുക. കറക്റ്റ് ഉത്തരം 2 സ്തോത്രം. ശരീരത്തിനുള്ളതാ. കാരണം കാഴ്ചയാണ് കൊടുത്തത്, കേൾവിയാണ് കൊടുത്തത്, സംസാരിപ്പിച്ചതാ, കുഷ്ഠരോഗിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചതാ, ശാരീരിക വിടുതൽ. അപ്പോൾ 2, 3, 15-ാം അധ്യായത്തിലെ അത്ഭുതം ശരീരവുമായി ബന്ധപ്പെട്ടതാ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രസംഗത്തിന് കുറിവാക്യമായി യേശു അവിടം വിട്ടു. സോർ സീദോനിലേക്ക് യേശു ചെന്നു എന്ന് പറഞ്ഞ് കനാനി സ്ത്രീയുടെ മകൾക്ക് യേശു കൊടുത്ത അത്ഭുതം ശാരീരികമാണോ, മാനസികമാണോ, ആത്മീയമാണോ? അത് ആത്മീയമാ. അത് ആത്മാവുമായി കണക്റ്റഡാ. അതെന്താ? കൊച്ചിന് പനിയല്ല, പനിയാണെങ്കിൽ ശാരീരികമാ. കൊച്ചിന് തലവേദനയല്ല, ആണെങ്കിൽ ശാരീരികമാ. കൊച്ചിന് അഡ്മിഷൻ്റെ വിഷയമല്ല, ആണെങ്കിൽ ശാരീരികമാ. പക്ഷെ ഈ വിഷയം കൊച്ചിൻ്റെ അകത്തൊരു ഭൂതം കയറി പിടിച്ചിരിക്കുക, ഒരു സ്പിരിറ്റ് കയറി പിടിച്ചിരിക്കുക. അതിനെ യേശു ശാസിച്ചത്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ യോഗ സ്ഥലത്തിൽ ഇരിക്കുന്നവരെ നോക്കി ആത്മാവിലൊരു ദൂത് ഇങ്ങനെ പറയാം, എൻ്റെ യേശുവിന് തൊടാൻ കഴിയാത്ത ഒരു വിഷയമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള മനുഷ്യന് നിന്റെ ശരീരത്തെ സൗഖ്യമാക്കാൻ പറ്റുമായിരിക്കും, കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടുചെന്ന് നിന്റെ ഹൃദയം സൗഖ്യമാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നിന്റെ ആത്മാവിനെ വിടിവിക്കാൻ ആത്മാവുമായി സമ്മേളിക്കുന്നവൻ ഇന്ന് രാത്രി ഇറങ്ങി വന്നാലേ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തിനകത്ത് അലരവിളിക്കുന്ന ഈ അന്ധകാര ശക്തികൾ, ദുർഭൂതങ്ങളുടെ പൈശാചിക മണ്ഡലങ്ങളെയും ചില തലമുറയുടെ അകത്ത് അന്യായമായി സ്പിരിറ്റ് കയറ്റിയിരിക്കുന്ന പൈശാചിക സ്വാധീനത്തെ ഇന്ന് രാത്രി ഒന്ന് കുടഞ്ഞു കളയാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതം ഈ ദേശത്തിനകത്തൊന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ
വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിനൊന്ന് സ്തോത്രം ചൊല്ലിയാട്ടെ എന്നോ. ദൈവത്തിനൊരു ഭയങ്കര കണക്ഷൻ. ഞാൻ വാക്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിന്റെ വിഷയം അതൊന്നുമല്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഈ ആമുഖം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് എന്നോട് ആവർത്തിച്ചു പറയാൻ പറയുന്നു, ഈ ദേശത്തിനകത്ത് ഏതൊക്കെയോ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില സ്പിരിറ്റുകൾ ഈ ദേശത്തിനകത്ത് ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി അഭിഷേകമുള്ളവർ ആത്മമണ്ഡലത്തിനകത്ത് സ്തോത്രം ചൊല്ലുമ്പോൾ ഈ ദേശത്തിന്റെ ഇരുട്ടിന്റെ മറപിടിച്ച് ചില തലമുറയുടെ അകത്ത് മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, സെക്ഷൽ ഇമ്മോറാലിറ്റിയുടെ സ്പിരിറ്റ് കയറ്റുന്ന ദുരാത്മ മണ്ഡലത്തെ ഇന്ന് രാത്രി കുടഞ്ഞു കളയാൻ പ്രാർത്ഥിക്കുന്നവന്റെ ദൈവശക്തിക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരെന്ന് ആത്മാവിൽ സ്തോത്രം ചൊല്ലിയിട്ട് പറ, യേശുവിന്റെ നാമത്തിനകത്ത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ചില തലമുറകളെ നശിപ്പിക്കാൻ പാകത്തിൽ ആമേൻ കൊടികുത്തി വാഴുന്ന ചില സ്പിരിറ്റുകളെ യേശു കനാനി സ്ത്രീയുടെ മകളുടെ ഭൂതത്തെ ശാസിച്ചതുപോലെ ഈ പ്രഥമ രാത്രിയിൽ ദേശത്തിനകത്തെ സ്വാധീനത്തെ, പൈശാചിക റലത്തെ എന്റെ യേശു കർത്താവ് ഇന്ന് രാത്രി വെട്ടിമാറ്റുന്നതിനായി ഹല്ലേലൂയ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. അതാണ് പാസ്റ്റർ ഇന്ന് രാത്രിയിലെ ദൂത്. അതുകൊണ്ടാണ് വേറൊന്നും പ്രസംഗിക്കരുതെന്ന് കർത്താവ് എന്നോട് നിർബന്ധ ബുദ്ധിയിൽ ഇന്ന് രാത്രി പറഞ്ഞത്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, അയ്യോ നിന്റെ കൊച്ചു പാവമാന്നേ, ഈ ദേശത്തിലെ പിള്ളേരൊക്കെ ബേസിക്കലി ഓക്കെ ആണെന്നേ ഉറപ്പിച്ചു പറയാം. ട്രിവാൻഡ്രം ദേശത്തിലെ ഈ കൊച്ചു ഗ്രാമപ്രദേശത്തിലെ ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരൊക്കെ ബേസിക്കലി ഓക്കെ, അവരൊക്കെ പാവത്തുങ്ങളാ. പിന്നെ അവരെ കൊണ്ട് ആ മദ്യം കുടിപ്പിക്കുന്നൊരു സ്പിരിറ്റാ കേട്ടോ, ഒരു ഭൂതശക്തിയാണ്, ഒരു പൈശാചിക മണ്ഡലമാ. ആ സ്പിരിറ്റിനെ ഇന്ന് രാത്രി നമുക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ യേശുവിന്റെ ഒരു അത്ഭുതം ഇന്ന് രാത്രി ദേശത്തിനകത്ത് വെളിപ്പെട്ടു വരും. വ്യഭിചാരത്തിന്റെ ആ സ്വാധീനത്തിന്റെ സ്പിരിറ്റിനെ ഇന്ന് രാത്രി സ്വർഗ്ഗമെന്ന് ശാസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഹല്ലേലൂയ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. അപ്പം നിങ്ങൾ കണ്ടോ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഇവിടെ ആ സ്പിരിറ്റിനെയാണ് ശാസിക്കുന്നത്. അതിന് തുടക്കമായി നമ്മൾ വായിച്ച വാക്യമാണ് ഈ സ്ഥലം ഏതാണെന്ന് നമുക്കറിയണം. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലത്തിൻ്റെ ഗൗരവത എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഈ സ്ഥലം നിങ്ങൾ കണ്ടോ? യേശു അവിടം വിട്ടു സോർ സീദോൻ എന്ന് പറയുന്ന ഒരു പ്രദേശങ്ങളിലേക്ക് എൻ്റെ യേശു കർത്താവ് വാങ്ങിപ്പോയി. യേശു അവിടം വിട്ടു, എവിടമോ യേശു വിട്ടു. ഇപ്പോൾ മറ്റൊരു സ്ഥലത്തിലേക്ക് യേശു പോയി. ഒരു സ്ഥലം യേശു തിരസ്കരിച്ചു, മറ്റൊരു പട്ടണം യേശു സ്നേഹിച്ചു. ഒരു പട്ടണത്തെ യേശു തള്ളിക്കളഞ്ഞു, മറ്റൊരു പട്ടണത്തെ യേശു അക്സെപ്റ്റ് ചെയ്തു. ഇന്ന് രാത്രി ഞാൻ അതൊക്കെ സംസാരിക്കുമ്പോൾ ദൈവത്തിനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ, ഞങ്ങളുടെ ദേശം വിട്ട് ഇന്ന് രാത്രി നീ കടന്നു പോകല്ലേ യേശുവേ. പണം മുടക്കി ഇന്ന് രാത്രി ഞങ്ങൾ നടത്തുന്ന ഈ സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയില്ലപ്പ, ഇന്ന് രാത്രി ദേശം വിട്ട് നീ മാറിപ്പോകല്ലേ, ഈ ദേശം വിട്ട് നീ മറികടന്നു പോകല്ലേ, എൻ്റെ കുടുംബം വിട്ട് ഇന്ന് രാത്രി നീ മാറിപ്പോകല്ലേ. യേശു ഒരു സ്ഥലം വിട്ടു, മറ്റൊരു സ്ഥലത്തിലേക്ക് യേശു ചേക്കേറുകയാ. എന്നാൽ എന്തുകൊണ്ടാണ് യേശു ഒരു സ്ഥലം വിടാൻ കാരണം? എൻ്റെ ഒരു ഗൗരവമുള്ള ചോദ്യം ഇന്ന് രാത്രി ഞാൻ ചോദിക്കാം. യേശു ഒരു പട്ടണത്തെ വിടുമോ? യേശു ഒരു സ്ഥലത്തെ തിരസ്കരിക്കുമോ? യേശു ഒരു കുടുംബത്തെ എഴുതി തള്ളുമോ? യേശു ഒരു വ്യക്തിയെ തള്ളിക്കളയുമോ? സാധാരണഗതിയിൽ അങ്ങനെ നടക്കാറില്ല. പക്ഷെ ഈ വാക്യത്തിൽ പറയുന്നു, യേശു ഒരു സ്ഥലം വിട്ടു, മറ്റൊരു സ്ഥലത്തെ യേശു അക്സെപ്റ്റ് ചെയ്തു, തിരഞ്ഞെടുക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് യേശു ഒരു സ്ഥലം വിടാൻ കാരണം? അതിന് ഉത്തരം ഈ 15-ാമത്തെ അധ്യായത്തിലുണ്ട്. അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് യേശു ഒരു സ്ഥലം വിടാനുള്ള കാരണം അവിടെ കിടക്കുക. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യേശയ്യാവ്, ഈ ജനം ആദരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷെ അവരുടെ ഹൃദയം എൻ്റെ സന്നിധിയിൽ ഇല്ല. എന്തുകൊണ്ടാണ് യേശു ഒരു സ്ഥലത്തെ വിടാൻ കാരണം? അവർ ആദരം കൊണ്ടേ ബഹുമാനിക്കുന്നുള്ളൂ, ഹൃദയം കൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുന്നില്ല. ഇന്ന് രാത്രി ദേശമേ, നിങ്ങൾ ആദരം കൊണ്ടല്ല ദൈവത്തെ ബഹുമാനിക്കേണ്ടത്, വാ കൊണ്ടല്ല ദൈവത്തെ ബഹുമാനിക്കേണ്ടത്, നിങ്ങൾ ഹൃദയമായി എൻ്റെ യേശുവിന് ഇന്ന് രാത്രി വേണ്ടുന്നത് മനസ്സിലാകുന്നുണ്ടോ? പാരമ്പര്യത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ പോലെ എന്തോ 10 കാര്യം വർഷത്തിലൊരിക്കൽ മാത്രം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നൊരു ചിന്ത മനസ്സിനകത്തുണ്ടെങ്കിൽ, ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ ഇന്ന് രാത്രി ഞാൻ അടിവരയിട്ട് പറയാൻ നടക്കുകയില്ല ബ്രദറെ. വർഷത്തിലൊന്നല്ല ഏതെങ്കിലും ഒരു ചടങ്ങ് കൊണ്ട്, നിന്റെ ആദരാർപ്പണങ്ങൾ കൊണ്ട്, നിന്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും സൽക്രമങ്ങൾ കൊണ്ട് നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ നടക്കുകയില്ല. അത് കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഹൃദയം നുറുങ്ങിയവർക്കാണ് ജീവനുള്ള ദൈവം സമീപസ്ഥൻ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചൊല്ലുന്നു. രക്തത്താൽ ജയമെടുക്കുന്നു. കണ്ടോ, ഇവർ ആദരം കൊണ്ട് മാത്രമേ ദൈവത്തെ സ്നേഹിക്കുന്നുള്ളൂ, അവർ ആദരം കൊണ്ട് മാത്രമേ സ്തോത്രം ചൊല്ലുന്നുള്ളൂ, ഹൃദയമില്ല. ഇന്ന് രാത്രി യോഗ സ്ഥലത്തിൽ ഇരിക്കുന്ന നമ്മളോടും കർത്താവിനൊരു കൊച്ചു ചോദ്യം ചോദിക്കാനുണ്ട്. ശരീരം കൊണ്ട് ഈ പന്തലിന്റെ കീഴെ ഇരിക്കുമ്പോൾ മനസ്സ് ഇവിടെ ഉണ്ടോ ബ്രദറെ? ഹൃദയം ഇവിടെ ഉണ്ടോ? 9, 20, 9:30 വരെയുള്ള കൊച്ചു യോഗത്തിനകത്ത് ശരീരമുണ്ട് എല്ലാവരുടെയും, പക്ഷെ മനസ്സുണ്ടോ? ഇന്ന് രാത്രി ഹൃദയം സന്നിധാനത്തിൽ ഇല്ലെങ്കിൽ ദൈവം നിങ്ങളെ വിടുവാൻ സാധ്യതയുണ്ടെന്നാണ് ഈ വാക്യം പറയുന്നത്. ആമേൻ. കരമൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ?
സത്യസന്ധമായി പറയണം. ആ പറഞ്ഞ ഹല്ലേലൂയ അതരം കൊണ്ട് പറഞ്ഞതാണോ ഹൃദയം കൊണ്ട് പറഞ്ഞതാണോ? പാസ്റ്റർ ഇത്രയും ദൂരമൊക്കെ വണ്ടി ഓടിച്ച് വന്നിട്ടൊരു സ്വോത്രം പറയാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞില്ലേ എന്നാ മോശം പാസ്റ്റർ എന്ന് ചിന്തിച്ച് പറഞ്ഞതാണെങ്കിൽ സത്യത്തിൽ യേശു നമ്മുടെ നടുവിലില്ലേ? ഹൃദയത്തെ തട്ടി ആ സ്വോത്രം പറഞ്ഞെങ്കിൽ എൻ്റെ കർത്താവ് ഇവിടെയുണ്ട്. ഇവിടെ അഭിഷക്തന്മാർ എന്തോ ശക്തമായ പാട്ടുകളാ പാടിയത്. ആ പാട്ട് ഇന്ന് രാത്രി നീ ആദരാർപ്പണത്തിൽ പാടുന്നതാണെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ആ പാട്ടിൻ്റെ വരികൾ ഹൃദയത്തിൽ തട്ടിയാ പാടുന്നതെങ്കിൽ യേശു ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യേശു ഒരു പട്ടണത്തെ വിടാനുള്ള ഒന്നാമത്തെ കാരണം മറന്നുപോകല്ലേ, ശരീരം മാത്രം പോരാ, നിനക്ക് നിന്റെ ഹൃദയം എൻ്റെ യേശുവിന് വേണം. അതെങ്ങനെ പാസ്റ്ററെ ഹൃദയം യേശുവിന് കൊടുക്കുന്നത്? ബൈബിളിലെ ബ്യൂട്ടിഫുൾ വാക്ക് ഇത്രയാണ്, ആമേൻ, ഹൃദയം കൊണ്ടവനെ വിശ്വസിക്കണം, വാ കൊണ്ട് എൻ്റെ യേശു കർത്താവിനെ ഇന്ന് രാത്രി നീ ഒന്ന് ഏറ്റുപറഞ്ഞ് നിന്റെ മനസ്സ് യേശുവിന് വേണ്ടി ഒന്ന് കൊടുക്കാമോ? ബ്രദർ സിസ്റ്റർ, ഇന്ന് രാത്രി നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി ഒന്ന് കൊടുക്കാമോ? എൻ്റെ ചങ്ക് കീറി ഇന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ ഉറക്കെ വിളിച്ചു പറയുക, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ കൊടുക്കാമെങ്കിൽ നിന്റെ കുടുംബം ഇന്ന് രാത്രി രക്ഷപ്പെടാനുള്ളൊരു വഴി എൻ്റെ കർത്താവ് ഇന്ന് രാത്രി പറഞ്ഞു തരും. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെല്ലുന്നു. പണ്ടൊരു ട്രാക്ട് ഉണ്ടായിരുന്നു കേട്ടോ, ആ ട്രാക്ടറിന്റെ പേര് ബ്യൂട്ടിഫുള്ളാണ്, തമ്പിയുടെ ഹൃദയം എന്ന്. ട്രാക്ട് വായിക്കാൻ മനസ്സില്ലാത്തവനാണെങ്കിലും ട്രാക്ടിന്റെ ഫ്രണ്ടിലത്തെ പടം കാണുമ്പോൾ എല്ലാം പിടികിട്ടും തമ്പിയുടെ ഹൃദയത്തിൽ എന്തൊക്കെയാ കയറി ഇരിക്കുന്നതെന്നറിയാമോ? എന്നാൽ ട്രാക്ട് തീരുന്നതിനേക്കാൾ മുമ്പ് തമ്പിയുടെ ഹൃദയത്തിനകത്ത് കയറിയ സകല ദുഷിന്തകളെയും വിട്ടുകളഞ്ഞ് തമ്പിയുടെ ഹൃദയം ദൈവത്തിനു വേണ്ടി കൊടുപ്പാൻ തുടങ്ങി. ഇന്ന് രാത്രി നീ ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ, ആമേൻ, മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ ഇരുന്നാൽ യേശു നിന്റെ കൊച്ചു വീട്ടിനകത്തേക്ക് ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. പാരമ്പര്യത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് അവനെ പ്രസാദിപ്പിക്കാൻ നിൽക്കല്ലേ ബ്രദർ, ചെയ്യരുതേ ബ്രദർ, തെറ്റാണ്. നീ ആരാധിക്കേണ്ടത് സൃഷ്ടിയല്ല, സൃഷ്ടികർത്താവായ ദൈവത്തെ ആണ് നീ ആരാധിക്കേണ്ടത്. ആകയാൽ ആരാധിക്കുക എന്നുള്ള വാക്കിന് നിരവധി അനവധി ഭാഗങ്ങൾ. അവനെ നമസ്കരിക്കുക, അവനെ ആരാധിക്കുക, അങ്ങനെ ഒത്തിരി വാക്കുകൾ ബൈബിളിനകത്ത് കിടപ്പുണ്ട്. യേശു ഒരിക്കൽ ഒരു സ്ത്രീയോട് ചോദിച്ചു, അവളുടെ പേര് ശമരിയക്കാരി സ്ത്രീ. യേശു ചോദിച്ചു, പള്ളി ഏതാ, ഏത് ചർച്ചിലാണ് പോകുന്നത്? അവൾ പറഞ്ഞു യെരുശലേമിൽ. ആമേൻ. ആ കർത്താവ് തിരിച്ചു പറഞ്ഞു, ഇല്ല ആൻറ്റി, യെരുശലേമിലുമല്ല, ആ പള്ളിയിലുമല്ല, ആ മലയിലുമല്ല, സത്യ നമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും വേണം യേശുവിനെ ആരാധിക്കാൻ. എന്ന് വെച്ചാൽ നീ സൃഷ്ടിയെ ആരാധിക്കരുത്, നീ സൃഷ്ടികർത്താവായ ദൈവത്തെ വേണം ആരാധിക്കാൻ. ആരാധിക്കുക എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് വർഷിപ്പ് എന്നാണ്. ആരാധിക്കുക എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് വർഷിപ്പ് എന്നാണ്. അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്കാണ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. അത് പ്രൊസ്കോനിയോ എന്ന് പറയുന്നൊരു പദമാണ്. ഒന്ന് വരാമോ? പ്രൊസ്കോനിയോ എന്ന് പറയുന്ന പദമാണ്. ഈ ആരാധിക്കുക എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് വർഷിപ്പ് എന്നാണെങ്കിൽ അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്ക് പ്രൊസ്കോനിയോ. ഒന്ന് കാണിക്കണേ ബ്രദറെ, സഹകരിക്കണേ. എപ്പോഴും പിള്ളേരെ വിളിക്കുന്നത് ശരിയല്ലേ? ഈ പ്രൊസ്കോനിയോ എന്ന് പറയുന്ന വാക്കിൻ്റെ ഒന്നാമത്തെ അർത്ഥം കേൾക്കണേ, യേശുവിൻ്റെ കൈ പിടിക്കുക, ചുംബിക്കുക, ആരാധിക്കുക. ഒരു സ്വതന്ത്രം പറഞ്ഞേ. മലയാളികളായ നമ്മുടെ ആരാധനയുടെ എക്സ്ട്രയിൽ ടമ്പർ അടിച്ചു പൊട്ടിക്കും. തെറ്റാണെന്നൊന്നുമല്ല, ചെയ്യണം കേട്ടോ. ഇന്ന് എത്ര ഇട്ടായിരുന്നു ബ്രദർ? 160, 240. റിയലി സ്തോത്രം. പക്ഷേ ആരാധനയുടെ വാക്കിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് വർഷിപ്പ്, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വർഷിപ്പാണെങ്കിൽ അതിൻ്റെ ഗ്രീക്ക് വേക്ക് പ്രൊസ്കോനിയോ. പ്രൊസ്കോനിയോയുടെ ഒന്നാമത്തെ അർത്ഥം അവൻ്റെ കൈപിടിക്കുക, ചുംബിക്കുക, ആരാധിക്കുക. കണ്ടിട്ടുണ്ടോ ആരാധന? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആരാധന? കണ്ടിട്ടുണ്ടോ? കൈ പിടിക്കുക, കൊടുക്കുക, ആരാധിക്കുക, കണ്ടിട്ടുണ്ടോ? അബദ്ധം പറ്റി. ആർക്ക്? കൊടുക്കുന്നവനും മേടിക്കുന്നവനും. അതെന്താ? അത് മനുഷ്യന് കൊടുക്കേണ്ടതല്ല ബ്രദർ, അത് സ്വർഗത്തിലെ ദൈവത്തിന് കൊടുക്കേണ്ടതാ. ദൈവത്തിന് കൊടുക്കേണ്ടത് മനുഷ്യന് കൊടുക്കുന്നവനെ ദൈവത്തിന് പണ്ട് ഇഷ്ടമല്ല, ഇപ്പോൾ തീരെ ഇഷ്ടമല്ല. പോയിരിക്കുവാന്നോ? ഓടിപ്പായോ? പ്രൊസ്കോനിയുടെ രണ്ടാമത്തെ ആരാധന ഞാൻ പറയാം. പ്രൊസ്കോനിയുടെ രണ്ടാമത്തെ ആരാധന അത് കാണിക്കാൻ പാടായിരിക്കും, എന്നാലും ഒന്ന് സഹകരിക്കണേ. പ്രൊസ്കോനിയുടെ രണ്ടാമത്തെ ആരാധന യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക, തലയുടെ അഗ്രം കൊണ്ടുവരിക, തൻ്റെ പാദത്തിൽ കുമ്പിടുക, അഗ്രം കൊണ്ടുവന്ന് കുമ്പിടുക, ആരാധിക്കുക. മുട്ടുകുത്തുക, തലയുടെ അഗ്രം കൊണ്ടുവന്ന് യേശുവിൻ്റെ പാദത്തിൽ കുമ്പിട്ട് ആരാധിക്കുക. കങ്ക് കീറി ആരാധിച്ചോണം. താങ്ക് യു. ചങ്ക് കീറി ആരാധിച്ചോണം. ആരാധനയുടെ ശരിയായ വാക്ക ഹൃദയം കൊണ്ട് അവനെ നമസ്കരിക്കണം, മനസ്സുകൊണ്ട് അവനെ ചുംബിക്കണം. ഇന്ന് രാത്രി യോഗമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി പ്രാർത്ഥനാ പാവിരിച്ച് ചുമ്മാ പേരിന് 10 പാട്ടും പാടി യോഗം നിർത്താതെ ദൈവസന്നിധി കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് അവൻ്റെ കാൽക്കൽ നീ വീണ് കിടക്കണം. ഹൃദയം കൊണ്ട് അവനെ നീ ചുംബിക്കണം, തുരുതുരാ ആരാധിക്കണം. അതാണ് യേശു പറഞ്ഞത്, ശരീരം കൊണ്ട് ആരാധിക്കാത്തവൻ്റെ സന്നിധാനം ഞാൻ വിടും. ഹൃദയം കൊണ്ടവർ ആ കപട ഭക്തിക്കാരെ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താ? ശിവകുമാർ, കപടഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തി കാണിക്കുന്നുണ്ട് പക്ഷെ ഭക്തിയില്ല. പുറമെ പേരിന് ക്രിസ്ത്യാനിയാണ് പക്ഷെ ക്രിസ്ത്യാനി അല്ല.
പേരിന് പെന്തക്കോസുകാരനാ, പക്ഷെ പെന്തക്കോസിന്റെ ലെവലേഷൻ തൊട്ടു തേണ്ടിയിട്ടില്ല. കപട ഭക്തിക്കാരെ, നിന്റെ പള്ളിക്കകത്ത് യേശു കാണത്തില്ല. ഇന്ന് രാത്രി യേശു നിന്നെ വിടാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇതൊരു വാണിംഗ് പ്രസംഗമായിരിക്കാം. ഹൃദയ തകർന്ന് ദൈവത്തോട് പറ, കർത്താവ് നിന്നെ വിട്ടാ നീ എവിടെ പോയി ഒളിക്കുന്ന ഈ പറയുന്നേ മനസ്സുകൊണ്ടെന്ന് ചിന്തിക്കേ. അഭിമന്യു പാസ്റ്ററുടെ പ്രസംഗം നിങ്ങൾ വിട്ടേക്ക്. എന്നെക്കാൾ അറിവും ജ്ഞാനമുള്ളവരല്ലേ ഈ ദേശത്തിനകത്തുള്ളത്. ദൈവം നിന്നെ വിട്ടാ ബ്രദറെ നീ എവിടെ പോയി ഒളിക്കും? ഇന്ന് രാത്രി അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ നിന്റെ കൈ വിട്ട് കഴിഞ്ഞാൽ നീ എവിടെ പോയി രക്ഷപ്പെടും? ഇന്ന് രാത്രിയിൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാ. 10,000 നിനക്കെതിരെ നിന്നാലും ജീവനുള്ളൊരു ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്നാൽ അതിന് മറുഭാഗം ഞാൻ പറയാ, ഇനി 10,000 നിന്റെ കൂടെ ഉണ്ടെങ്കിലും, നിയമങ്ങൾ മുഴുവനും നിന്റെ പുറകെ ഉണ്ടെങ്കിലും, നിന്റെ പോക്കറ്റിൽ നിറയെ പണമുണ്ടെങ്കിലും, ജീവനുള്ളൊരു ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ പരാജയപ്പെടും. അതുകൊണ്ട് ഇന്ന് രാത്രി കപട ഭക്തിയെ മാറ്റിവെക്ക്. ദൈവത്തെ ഇന്ന് രാത്രി ഹൃദയം കൊണ്ട് ആരാധിക്ക്. കരം അടിച്ചു ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്ത്. രക്തത്താലും വചനത്താലും ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഒന്ന്, യേശു ഒരു സ്ഥലത്തെ വിടാനുള്ള കാരണം അവരുടെ കപടഭക്തി. ഇനി 2, യേശു ഒരു സ്ഥലത്തെ വിടാനുള്ള കാര്യം കേൾക്കണേ. ഇതേ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം വായിക്ക്. 20-ാമത്തെ വാക്യം പാസ്റ്റർ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. യേശു ഒരു സ്ഥലത്തെ വിടാനുള്ള 2-ാമത്തെ കാരണം. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. അടുത്ത വാക്യം. കോരസിനെ നിനക്ക് ഹാ കഷ്ടം, ബേസയിദേ നിനക്ക് അയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യേശു ഒരു പട്ടണത്തെ വിടുകയാ. കോരസീനെ നിന്നെ കർത്താവ് വിടുകയാ, ബേസയിദേ നിന്നെ കർത്താവ് വിടുകയാ. ആമേൻ. എന്നിട്ട് യേശു ഇപ്പൊ സോരിലും സീദോനിലോട്ടും കാലെടുത്തു വെക്കാൻ പോവുക. അതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? അത്ഭുതം ഒത്തിരി നടന്നിട്ടും നീ മാനസാന്തരപ്പെട്ടില്ല. യേശു ഒരു മനുഷ്യനെ വിടാനുള്ള കാരണം, യേശു ഒരു പട്ടണത്തെ എഴുതിത്തള്ളാനുള്ള കാരണം, കർത്താവ് ഒരു കുടുംബത്തെ റിജക്റ്റ് ചെയ്യാനുള്ള 1-ാമത്തെ കാരണം എന്ന് പറയുന്നത് അവരുടെ കപടഭക്തിയാണെങ്കിൽ 2-ാമത്തെ കാരണം അവർക്ക് മാനസാന്തരം ഇല്ലാത്തത് കൊണ്ട്. എന്തുവാ പ്രിയപ്പെട്ടവരെ മാനസാന്തരം? മനസ്സിനുണ്ടാകുന്ന അന്തരമാണ് മാനസാന്തരം. വിശ്വാസ ജീവിതത്തിനകത്ത് വന്നപ്പോൾ എൻ്റെ അപ്പനോട് ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. അപ്പ എന്താ പേര് മാറ്റാഞ്ഞത്? എന്താ സർട്ടിഫിക്കറ്റ് മതം മാറ്റാഞ്ഞത്? ഇന്നും എൻ്റെ സർട്ടിഫിക്കറ്റിൽ കിടക്കുന്ന ഹിന്ദു നായർന്ന് തന്നെയാ കേട്ടോ. പേരും മാറ്റിയിട്ടില്ല, അഭിമന്യു അർജുനൻ തന്നെയാ. എൻ്റെ അപ്പൻ എന്നോട് തിരിച്ചു പറഞ്ഞു, നമ്മൾ മാറിയത് മതമല്ല, നമ്മൾ മാറിയത് പേരല്ല. പിന്നെ എന്താ? യേശുവിനെ ഒരുവൻ കണ്ടെത്തുമ്പോൾ അവനിൽ എന്തു മാറ്റമാണ് നടക്കുന്നത്? 2 കാര്യങ്ങൾ മാറും. മതവും പേരും മാറ്റുന്ന പരിപാടിയല്ല ഇത്. പകരം അവൻ്റെ മനസ്സിനൊരു മാറ്റമുണ്ടാകും. 2, അവൻ്റെ മരണത്തിൻ്റെ കെട്ടങ്ങ് വഴി മാറിപ്പോകും. ഇന്ന് രാത്രി അതുകൊണ്ട് ഈ നടക്കുന്നതൊരു മതപ്രസംഗമല്ല ബ്രദറെ, തെറ്റിദ്ധരിക്കല്ലേ. ഇത് നിന്റെ മനസ്സിനൊരു മാറ്റമുണ്ടാകാൻ നടക്കുന്ന പ്രസംഗമാ. യേശു പറയാ, മാനസാന്തരപ്പെട്ടില്ലേ, ഞാൻ ആ പട്ടണത്തെ വിടും, മറ്റൊരു പട്ടണത്തിലേക്ക് ഞാൻ കാലെടുത്തു വെക്കും. ട്രിവാൻഡ്രം പട്ടണം എത്ര വർഷങ്ങളായി ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഉണർവിന്റെ താളുകൾ ഈ മണ്ണിനകത്തില്ലേ? എത്രയോ ഉണർവുകൾ ഈ ദേശത്തിനകത്ത് നടന്നു കഴിഞ്ഞു, എത്രയോ റിവൈവലുകൾ ഈ പട്ടണത്തിൽ നടന്നു കഴിഞ്ഞു. കേരളക്കരയിൽ ഇന്ന് പ്രയോജനപ്പെടുന്ന മെജോറിറ്റി അഭിഷക്തന്മാരും ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ എഴുന്നേറ്റ് വന്നതല്ലേ ബ്രദർ? ഇനിയും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ യേശു ഈ പട്ടണത്തിൽ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇന്ന് രാത്രി ഇതൊരു വാണിംഗ് പ്രസംഗമായി കാണ്. എന്നിട്ട് യേശുവിനോട് പറ, ഞങ്ങളെ വിട്ട് കടന്നു പോകല്ലേ കർത്താവേ, ലോർഡ് പാസ് മീ നോട്ട്, ഞങ്ങളെ വിട്ട് കടന്നു പോകല്ലേ. മാനസാന്തരപ്പെടാത്തവന്റെ അടുക്കൽ യേശു നിൽക്കില്ല. 1, യേശു ഒരു പട്ടണത്തെ വിടാനുള്ള കാരണം കപടഭക്തിയെ. 2, മാനസാന്തരമില്ലാത്തതാ. എന്നാൽ യേശു ഒരു പട്ടണത്തെ വിടാനുള്ള 3-ാമത്തെ കാര്യം എന്നാ? അതേ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം എടുക്കാമോ പാസ്റ്ററെ? മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 54 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. എന്തുകൊണ്ടാണ് യേശു ഒരു പട്ടണത്തെ വിടാനുള്ള കാര്യം? മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 54 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. അവർ വിസ്മയിച്ചു, ഇവന് ഈ ജ്ഞാനം എവിടെ നിന്ന്? വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? യേശുവിന് ഈ ജ്ഞാനം വീര്യപ്രവൃത്തികളൊക്കെ ചെയ്യാനുള്ള കഴിവ് എവിടുന്ന്? ഇവൻ അച്ഛന്റെ മകനല്ലയോ? എന്നിട്ട് പറയാ, അവൻ അച്ഛന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളുമല്ലയോ? അടുത്തത്, ഇവന്റെ സഹോദരങ്ങൾ യാക്കോബ്, യോസെ, ശീമോൻ, യൂദാ എന്നിവരല്ലയോ? അവന്റെ സഹോദരന്മാരൊക്കെ നമ്മുടെ കൂടെ ഇല്ലയോ? അടുത്ത വാക്യം, ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഉണ്ടല്ലോ. ഇവന് ഇത് ഒക്കെ എവിടെ നിന്ന് എന്ന്
പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. അടുത്തത്, യേശു അവനോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിന് സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. അടുത്തത്, അവരുടെ അവിശ്വാസം അടിവരയിട്ടോ കേട്ടോ, പേനയുണ്ടെങ്കിൽ അടിവരയിട്. അവരുടെ അവിശ്വാസം നിമിത്തം വലിയ വീര്യപ്രവൃത്തികൾ ആ പട്ടണത്തിൽ ചെയ്യാൻ എൻ്റെ യേശുവിന് കഴിയാതെ യേശു ആ സ്ഥലം ഗുഡ് ബൈ പറഞ്ഞ് കടന്നുപോയി. അർത്ഥം, യേശു ഒരു പട്ടണത്തെ വിടാനുള്ള മൂന്നാമത്തെ കാര്യം അവിശ്വാസമാ ബ്രദറെ, അവിശ്വാസം. പിന്നെ യേശു അങ്ങ് അത്ഭുതം ചെയ്യാൻ പോവുമല്ലയോ, യേശു അങ്ങ് വീര്യപ്രവൃത്തി ചെയ്യാൻ പോവുമല്ലയോ. കുറെ പെന്തക്കോസുകാർ പാട്ട് പാടുന്നവർ, കൈകൊട്ടി പാടുന്നവർ, കുറെ ശബ്ദം ഉണ്ടാക്കുന്നവർ, ഇപ്പൊ അവർ യേശു അങ്ങ് അത്ഭുതം അവിശ്വാസമാ. അവിശ്വാസമുണ്ടെങ്കിൽ നിന്റെ അടുക്കൽ യേശു നിൽക്കത്തില്ല, നിന്നെ വിട്ട് യേശു വഴിമാറിപ്പോകും. പക്ഷെ ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുന്നവരായി അത്ഭുതങ്ങൾ ഇന്ന് രാത്രി നടക്കും. വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ. സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാസ്റ്ററെ, എന്നെക്കാൾ യാത്ര ചെയ്യുന്നവർ ഇതിനകത്തുണ്ടല്ലോ, ശുശ്രൂഷിക്കുന്നവർ ഇതിനകത്തുണ്ടല്ലോ. നിങ്ങൾക്കറിയാം, ഈ കേരളം വിട്ട് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഒറീസ, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ്, ഡൽഹി, യു പി, ഹരിയാന, ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് തമിഴ്നാട്ടിലെല്ലാം തമിഴ്നാട്ട് പിടിക്കുക. തമിഴ്നാട്ടിൽ ചെന്നിട്ട് യേശു കടവൾ ഉങ്ങളെ നേസിക്കറേ അത്രയും പറഞ്ഞാൽ മതി, അവരെല്ലാം കണ്ണടയ്ക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്നിട്ട് അടുത്ത വാക്ക്, അവിടുത്തെ എങ്ങാണ്ട് ഒരു ആന്ധ്രയിലൊക്കെ ഒരു സ്ഥലത്ത് കൺവെൻഷന് പോയിട്ട്, അല്ലെങ്കിൽ ബീഹാറിലൊക്കെ ഒരു കൊച്ചു കൺവെൻഷന് പോയിട്ട് കൺവെൻഷൻ്റെ ഒടുവിൽ എഴുന്നേപ്പിച്ച് നിർത്തി പ്രാർത്ഥിക്കാൻ നേരം കണ്ണടയ്ക്ക്. യേശു ഇന്ന് രാത്രി ഇനി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം 10 മിനിറ്റ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ ഒറ്റ ആന്ധ്രക്കാരനും ഒറ്റ തമിഴിനും കണ്ണു തുറന്നു നോക്കിയില്ല. പക്ഷേ കേരളത്തിൽ വന്നിട്ട് എവിടെങ്കിലും കൺവെൻഷൻ വേദിയുടെ അവസാന സമയം കണ്ണടയ്ക്കോ പ്രാർത്ഥിക്കാൻ പോവോ, യേശു അത്ഭുതം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ മലയാളി ഊട്ടക്കണ്ടിട്ട് തുറന്നു നോക്കും. അത്ഭുതം ഇതിലേക്കൂടെ വരുന്നതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി, അതുകൊണ്ടാണ് നമ്മുടെ നിറവിൽ അത്ഭുതം ഇല്ലാത്തത്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഗസ്റ്റ് പാസിൻ്റെ കുഴപ്പമില്ല. ഇന്ന് രാത്രി ഞാൻ ബൈബിളെ തൊട്ട് പറയാം, അവിശ്വാസമുള്ളവരുടെ കൂട്ടത്തിൽ യേശു ലെവലേഷൻ നിൽക്കാറില്ല. പക്ഷേ ഈ യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തോട് പറ, ഈ രാത്രി ഞാൻ ചില അത്ഭുതങ്ങൾ കാണാൻ പോവുക. കാര്യം, എൻ്റെ അകത്തൊരു വിശ്വാസമുണ്ട്. വിശ്വാസമുള്ളവന്റെ അടുക്കൽ യേശു നിൽക്കും. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. ആമേൻ, സ്തോത്രം. ഞാൻ എപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ എടുത്തു പറയുന്നൊരു കാക്ക, ഇവിടെ സന്ദർഭോചിതമായ ഒരു വാക്ക് വന്നതുകൊണ്ട് ആ സാക്ഷ്യം അങ്ങ് ആവർത്തിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ വിശ്വാസത്തിനകത്ത് വന്ന് ഏകദേശം 2.5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയുടെ ശരീരത്തിനകത്തൊരു രോഗം കണ്ടത്. അത് രോഗമല്ല, സത്യത്തിൽ അത് രോഗത്തിൻ്റെ സ്പിരിറ്റ്, ഒരു ബാധയെന്ന് ഞാൻ വിളിക്കും അതിനെ. ഏത് വസ്ത്രം ധരിച്ചാലും അതിനകത്ത് മുഴുവൻ രക്തത്തിൻ്റെ അംശമായിരിക്കും. ശിവമോർ പാസ്റ്ററെ എന്ന് വെച്ചാൽ ഭാവനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇടുന്ന യൂണിഫോം അലക്കി തേച്ച് മിനുക്കി ഇട്ട് കൊടുക്കും. രണ്ടാമത്തെ പിരീഡാകുമ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറയും, കൊച്ചിനെ വന്ന് തിരിച്ചു വിളിച്ചു കൊണ്ടുപോകും. ഇട്ടിരിക്കുന്ന യൂണിഫോം മൊത്തം ബ്ലഡിൻ്റെ അംശമാണ്, ഒരു ഫംഗ്ഷന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 1, 2, 3, 4 24 മണിക്കൂർ ഒബ്സർവേഷനാ. അത് കഴിഞ്ഞപ്പോഴേ ഡോക്ടർ റിപ്പോർട്ട് അടിച്ച് കൈ തന്നു. റിപ്പോർട്ടിൽ കിടക്കുന്ന വാക്കെന്നറിയാമോ? ഈ കുഞ്ഞിൻ്റെ ശരീരം മുറിഞ്ഞിട്ടല്ല രക്തം ഒഴുകുന്നത്, ഇവളുടെ ശരീരത്തിൻ്റെ രോമകൂപങ്ങളില്ലേ, അതേന്ന് ബ്ലഡ് പൊടിഞ്ഞ് വസ്ത്രത്തിൽ കയറി പിടിക്കുക. നിങ്ങളൊന്ന് ഭാവനെ ചിന്തിച്ച്, ആമൻ, വിയർപ്പ് വരേണ്ട സ്ഥാനത്ത് ബ്ലഡ് വന്നാൽ എങ്ങനെ ഇരിക്കും? ആ രോഗത്തിനകത്ത് അടിമപ്പെട്ടു പോയി എൻ്റെ ചേച്ചി. ആ സമയത്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ഇവിടുത്തെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസ് ലെറ്റർ തന്നു വിടുക. ഈ സമയത്ത് എൻ്റെ മാതാവ് ഒരു കാര്യം ചെയ്തു, ഓടിച്ചെന്ന് വേദപുസ്തകം തുറന്നു നോക്കി, ബൈബിൾ എന്തോ പറയുന്നെന്നറിയാൻ. സാധാരണ ഞാൻ ഇപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ പറയാറുണ്ട്, നിന്റെ സകല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി എൻ്റെ ദൈവം ഈ വേദപുസ്തകത്തിനകത്ത് മറച്ചു വെച്ചിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ മാതാവ് കണ്ണടച്ചിട്ട് പറഞ്ഞപ്പാ, നിനക്കെന്നോട് സംസാരിക്കാൻ പറ്റും. കണ്ണടച്ച് തുറക്കും നേരം അത്ഭുതമാ. പുതിയ നിയമത്തിലൊരു വാക്യം തൻ്റെ കണ്ണിപ്പെട്ട് കേട്ടോ. ആ വാക്യം എന്നറിയാമോ? രക്തസ്രാവമുള്ളവൾ എൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവളെ രക്തസ്രാവം നിന്നുപോയി. എൻ്റെ മാതാവിന് മനസ്സിലായി, എൻ്റെ യേശു ഏതൊരു വിഷയത്തിലും അത്ഭുതം ചെയ്യാൻ സർവശക്തനാ. എൻ്റെ അമ്മ അടുത്ത ചെയ്ത കാര്യം എന്നാണെന്നറിയാമോ? എൻ്റെ ചേച്ചിയെ പിടിച്ച് റൂമിനകത്ത് കൊണ്ടുവന്ന് ഡോറ് ലോക്ക് ചെയ്തു. പാസ്റ്റർ, അന്ന് അർജുനും കുട്ടിക്കും കുടുംബത്തിനും ഇരുന്ന് ആരാധിക്കാൻ ഒരു പ്ലാസ്റ്റിക് പാ പോലും ഇല്ല. അന്ന് ഞങ്ങൾക്കുള്ളതൊരു പുൽപ്പായ കേട്ടോ. ആ പാ വിരിച്ചിട്ട് എൻ്റെ മാതാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന ശൈലി എങ്ങനെയാണെന്നറിയാമോ? ഒരു കരം ആ വാക്യത്തിന് മുകളിലോ മറുകരം എൻ്റെ സഹോദരിയുടെ മണ്ടയ്ക്കും വെച്ച് പ്രാർത്ഥിക്കുക. ഈ വാക്യ സത്യമാണെങ്കിൽ ഇതിനകത്തുള്ള രോഗശാന്തിയുടെ അഭിഷേക ഈ കയ്യിലൂടെ ഒന്ന് പാസ് ചെയ്ത് എൻ്റെ കൊച്ചിൻ്റെ ശരീരത്തിലോട്ടൊന്ന് കയറി പിടിക്കണേ എന്ന് കുറച്ചു നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ മാതാവ് കണ്ണ് തുറന്നു നോക്കി. ഇട്ടിരിക്കുന്ന ഡ്രസ്സിനകത്ത് രക്തമുണ്ടോന്ന്. ഇന്ന് രാത്രി നിന്റെ വിശ്വാസം വലുതാണെങ്കിൽ എൻ്റെ യേശു നിന്റെ വീട്ടിനകത്തേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. പക്ഷേ ഈ സമയത്ത് ഡോറിനകത്ത് ഭയങ്കര മുട്ടൽ നടക്കുക.
വിശ്വാസം അറിയാത്ത ഞങ്ങളുടെ രക്തബന്ധങ്ങൾ, എസ്പെഷ്യലി എൻ്റെ മാതാവിൻ്റെ പിതാവ്, എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ ഡോറിനകത്ത് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക. കൊച്ചിനെ ഇറക്കി വിടടി, പിന്നെ അവളൊരു പ്രാർത്ഥനക്കാരി, ഇപ്പൊ യേശു അങ്ങ് സൗഖ്യമാക്കാൻ പോവൽ. അങ്ങനാണ് നിന്റെ ദൈവം ജീവിക്കുന്നവനാണെങ്കിൽ ആ റൂമിൽ വെച്ച് കൊച്ചിനൊന്ന് സൗഖ്യമാക്കട്ടെ എന്നുള്ള ഭീഷണിയുടെ സ്വരം ഈ ഡോറിനകത്ത് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസമുള്ള എൻ്റെ മാതാവ് ഞങ്ങളുടെ കൊച്ചു റൂമിനകത്തേക്ക് യേശു ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി ഹൃദയ തകർച്ചയോടെ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി യോഗ സ്ഥലത്ത് ഇരിക്കുന്നവരോട് ഞാൻ ദൂത് പറയാ, ഇതൊരു യുദ്ധമാ പ്രിയരെ. ഈ യുദ്ധത്തിൽ എന്ത് ജയിക്കുമെന്ന ദേശത്തിനറിയേണ്ടത്. അഭിഷേകമുള്ളവർ ഇന്ന് രാത്രി പറയണം, മരുന്ന് മുട്ടുകുത്തുന്ന സ്ഥലത്ത്, മെഡിക്കൽ സയൻസ് തോറ്റുപോകുന്ന വിഷയത്തിൽ ഇന്ന് രാത്രി എൻ്റെ യേശു അത്ഭുതം ചെയ്യും വിശ്വസിക്കുന്നവന് വേണ്ടി. കല്ലറ പൊട്ടിക്കരുത്. നാറ്റം വമിച്ചു, 4 ദിവസമായി. വേണ്ട കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. വേറൊരു ആൻറ്റി പറയുക, ഉണ്ടായിരുന്നെങ്കിൽ മാത്രമല്ല നാളെ എന്തെങ്കിലുമൊക്കെ നടക്കും പാസ്റ്റേ. ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ഇന്നലകളിൽ നടക്കുമെന്ന് വിശ്വാസമുള്ള ആൻറ്റിയും നാളുകളിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് വിശ്വാസമുള്ള ആൻറ്റിയും. 2 സഹോദരിമാരാ വീട്ടിലുള്ളത്. 2 എണ്ണത്തിൻ്റെ വിശ്വാസം 2 ധ്രുവത്തിൽ തിരിഞ്ഞു നിൽക്കുമ്പോൾ പടച്ച തമ്പുരാൻ കല്ലറയ്ക്ക് മുമ്പേ തൻ്റെ ഇടത്തോടെ വിശ്വസിച്ചു പറയുക, പിതാവേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ലാസറേ നീ പുറത്തു വരിക. ഇന്ന് രാത്രി വിശ്വസിക്കാൻ ഒരാൾ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ അകത്ത് കിടക്കുന്നവനെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ യേശുവിൻ്റെ കരത്തിന് ശക്തിയുണ്ട്. വിമർശിക്കുന്നവന് വേണ്ടി യേശു ഒന്നും ചെയ്ത ചരിത്രം കേരളക്കരയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ വിശ്വസിക്കുന്ന ഒരാൾ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഈ രാത്രി യേശു നിന്നെ വിട്ടുപോകുകയല്ല. കരം ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. എന്തുകൊണ്ട് യേശു ഒരു പട്ടണത്തെ വിടും? ഒന്നാമത്തെ കാര്യം അവരുടെ കപടഭക്തി. എന്തുകൊണ്ട് യേശു ഒരു പട്ടണത്തെ റിജക്റ്റ് ചെയ്യും? രണ്ടാമത്തെ കാര്യം മനസാന്തരമില്ല. ഇത്രയും അത്ഭുതം നടന്നിട്ടും മനസാന്തരമില്ല. എന്തുകൊണ്ട് യേശു ഒരു പട്ടണത്തെ വിടും? അവരുടെ അവിശ്വാസ നിമിത്തം യേശു ഒരു പട്ടണത്തെ വിടും. എന്തുകൊണ്ട് യേശു ഒരു പട്ടണത്തെ വിടും? നാലാമത്തെ കാര്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. എന്തുകൊണ്ട് യേശു ഒരു പട്ടണത്തെ വിടും? ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യത്തിനകത്ത് യേശു പട്ടണത്തെ വിടാനുള്ള 4-ാമത്തെ കാരണം. ഗരസേന ദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടുപോകണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടക് കയറി മടങ്ങിപ്പോന്നു. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോടുകൂടെ. ഒന്നുകൂടെ നിർത്തി വായിക്കാമോ പാസ്റ്റർ? ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 37-ാമത്തെ വാക്യം. ഗരസേന ദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടുപോകണമെന്ന്. ദൈവദാസന വാക്ക് വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവരിപ്പോൾ ഭയത്തില. എന്തിനെയൊക്കെ അവർ പേടിക്കുക. അവർ ഭയപരവശരായിട്ട് അവർ പറയുക, തങ്ങളുടെ അതിരെന്ത് ചെയ്യണം? യേശുവേ നീ ഇവിടെ നിൽക്കേണ്ട കർത്താവ്, നീ പോ കർത്താവ്, ഞങ്ങൾക്ക് നിന്നെ വേണ്ട കർത്താവേ, നീ പോ കർത്താവ്, വേറെ ഏതെങ്കിലും പട്ടണത്തിൽ പോ. യേശുവിനെ അവർക്ക് വേണ്ടാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അവർക്ക് അകത്ത് ഇപ്പോൾ ഒരു ഭയമുണ്ട്. ശാന്തമായിട്ട് ഞാനൊരു കൊച്ചു ചോദ്യം ഈ ദേശത്തെ സ്നേഹിച്ച് ചോദിക്കട്ടെ. ബ്രദർ, കുടുംബമേ, ഈ പുറത്ത് ഈ ശബ്ദം കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നല്ലവരായി എല്ലാ നാട്ടിൽ എനിക്കറിയാം, ഒരു കൊച്ചു യോഗമൊക്കെ ഒരു ദേശത്ത് നടക്കണമെങ്കിൽ നാട്ടുകാരുടെ സഹകരണം ഇല്ലാതെ നടക്കാൻ പറ്റുകയില്ല. നമുക്ക് എന്ത് സാങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ദേശം കൂടെ അത് സഹകരിച്ചെങ്കിൽ ഇത്രയും സൗണ്ട് സിസ്റ്റമൊക്കെ വെച്ചൊരു ദേശത്തൊരു യോഗം നടത്താൻ പറ്റുള്ളൂ. ഈ ദേശം അതിന് സ്വാഗതം ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് സഹകരിച്ചു. ജാതി മത വ്യത്യാസമില്ലാതെ ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ നടക്കാൻ ഈ നല്ലവരായ എല്ലാ നാട്ടുകാരും ഇതിനു വേണ്ടി സഹകരിച്ചു. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് കൈതൂണിത് തോൽക്കട്ടെ. നിങ്ങൾ എന്തിനെങ്കിലുമൊക്കെ ഭയപ്പെട്ടിരിക്കുകയാണോ ഇന്ന് രാത്രി? മതത്തെ, പട്ടത്തെ, പൗരോഹിത്യ മണ്ഡലങ്ങളെ, ഏതെങ്കിലുമൊക്കെ സാമുദായിക കൂട്ടങ്ങളെയൊക്കെ ഭയപ്പെട്ട് ഇന്ന് രാത്രി നിനക്ക് യേശുവിൻ്റെ അടുക്ക വരാൻ ഇഷ്ടമാണ്, പക്ഷെ നീ എന്തോ പേടിച്ചിരിക്കുക, ഭയപ്പെട്ടിരിക്കുക. അവരുടെ അകത്ത ഭയമാ യേശുവിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. വിട് ബ്രദറെ, ഭയം വിട്. ഒരു മനുഷ്യൻ്റെ ആയുസ് 80 വർഷമേ ഉള്ളൂ. ഇനി നിനക്ക് എത്ര ആയുസ്സുണ്ട്, എത്ര നാളുണ്ട്? സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ ഈ ആയുസിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ചങ്കങ്ങ് തകർന്നു പോയി. സ്തോത്രം. പിള്ളേരെല്ലാം കൂടെ കൂട്ടിയിട്ട് പറയുക, പാസ്റ്റർ ഇപ്പോൾ എത്ര വയസ്സായി? ഞാൻ പറഞ്ഞു എനിക്ക് 34 കഴിഞ്ഞ് 35 കയറുക. സ്തോത്രം. ആമേൻ. ഈ പാസ്റ്റർ ഒരു 80 വയസ്സ് വരെ ജീവിക്കുന്നു. അത്രയൊന്നും പോകാൻ സാധ്യതയില്ല. സ്തോത്രം. 80 വയസ്സ് വരെ ജീവിക്കുന്നു ചിന്തിക്ക്. അങ്ങനാണെങ്കിൽ ബാക്കിയുള്ളതിനെ നമുക്ക് ഗുണിച്ചെടുക്കാം. അങ്ങനെ അവർ കൂട്ടിയെടുത്തപ്പോൾ പാസ്റ്റർ എനിക്കിനി ഒരു 12,000 ദിവസമേ ഉള്ളൂ ഈ ഭൂമിയിൽ. സ്തോത്രം. നിങ്ങൾക്കൊരു 6,000 ദിവസം കഷ്ടിച്ച് കാണുമായിരിക്കും ചിലപ്പോൾ. സ്തോത്രം. വേറെ അറ്റാക്കൊന്നും വന്നില്ലെങ്കിൽ. ഇനി എന്തിനാ നീ ഭയപ്പെടുന്നേ? 10,000 ദിവസം കൂടെ ഉള്ളൂ നിനക്ക് ഈ ഭൂമിയുടെ പരപ്പി. ബ്രദർ, 10,000 ദിവസം കണ്ടേ ഉള്ളൂ നിനക്ക് ഈ ഭൂമിയുടെ പരപ്പി. എന്തിനാ നീ ഇനി പേടിച്ചിരിക്കുന്ന? മതത്തെയോ, പൗരോഹിത്യ ശക്തികളെയോ, സാമുദായിക ഗ്രൂപ്പിനെയോ? വിട്ടുകളാ. ജീവനുള്ള യേശുവിൻ്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി നീ വാ.
യേശു നിന്നെ ഇന്ന് രാത്രി വിളിക്കുക, സ്നേഹം കൊണ്ട് വിളിക്കുക. ഇനി നിനക്ക് സമയമില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു യോഗം ഇവിടെ നടത്തിയത്. ഇത്രയും പണം ചെലവാക്കി ഇവർ ഹൃദയ തകർച്ചയോടെ അല്ലെങ്കിൽ ആത്മഭാരത്തോടെ ഇങ്ങനൊരു യോഗം നടത്തിയത് ഇതിനായിരിക്കും. വാ ഇന്ന് രാത്രി യേശുവിൻ്റെ അടുക്കലേക്ക്. ഭയം യേശു നിൻ്റെ അടുക്കൽ നിൽക്കത്തില്ല, നിന്നെ വിട്ട് യേശു പോകും. ഭയപ്പെട്ടവർ പറയുക, നിൽക്കണ്ട, പോ, ഞങ്ങൾക്ക് പലതിനെയും പേടിയാ, പന്നിക്കുട്ടമൊക്കെ ചത്തു, സ്തോത്രം, ഇനി നീ ഇവിടെ നിൽക്കണ്ട. 4 കാരണത്താൽ യേശു ഒരു പട്ടണത്തെ വിടുകയാണ്. എന്നാൽ നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്ത് യേശു ഈ സ്ഥലത്തെ വിടാൻ ഉള്ളൊരു കാര്യം 15-ാമത്തെ അധ്യായം മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ വായിച്ചു തുടങ്ങിയ വാക്യം ഇങ്ങനെയാണ്: യേശു അവിടം വിട്ടെന്ന. യേശു എവിടമാ വിട്ടേന്ന് 15-ന്റെ 1-ലൊക്കെ ഉണ്ട്. യെരുശലേമായി യേശു വിട്ടത്. എന്നിട്ട് യേശു കയറി ചെല്ലുന്ന സ്ഥലമാണ് സോർ സീദോൻ എന്ന് പറയുന്ന സ്ഥലം. അതിന് കാരണമാണ് ദൈവദാസൻ അല്പനേരം മുമ്പ് വായിച്ചത്. എന്തുകൊണ്ട് ഈ പട്ടണത്തെ യേശു വിട്ടു? ആ പട്ടണത്തെ വിടാൻ കാരണം അവർക്ക് മാനസാന്തരമില്ല. കരം ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. സാധാരണ ഈ സ്നാനത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ എടുക്കുമ്പോൾ, ഞാൻ വളരെ ശാന്തമായിട്ടൊരു ദൂത് പറയാം കേട്ടോ. സ്നാനത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ എടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, 4 തരത്തിലുള്ള സ്നാനങ്ങളാണ് ഉള്ളത്. 4 ഉണ്ടോ? ഏതോ പെന്തക്കോസുകാർ കണ്ണ് വീഴ്ച എന്നെ നോക്കുന്നു. 4 സ്നാനം പാസ്റ്റർ. 4 തരത്തിലുള്ള സ്നാനമാണ് സാധാരണ രീതിയിൽ പഠനത്തിൽ അങ്ങനെ സാധാരണ പഠിപ്പിക്കാറുണ്ട്. 1-ാമത്തെ സ്നാനം യോഹന്നാൻ്റെ സ്നാനമാണ്. അതിന് ഞങ്ങൾ വിളിക്കുന്ന പേര് മാനസാന്തര സ്നാനം. ഒന്ന് പറഞ്ഞേ, മാനസാന്തര സ്നാനം. യോഹന്നാൻ കഴിപ്പിച്ച സ്നാനം മാനസാന്തര സ്നാനം. 2-ാമത്തെ സ്നാനം യേശു ഏറ്റ സ്നാനം. അതിന് ഞങ്ങൾ വിളിക്കുന്ന പേര് മാതൃകാ സ്നാനം. ഒന്ന് പറഞ്ഞേ, യേശു ഒരു മാതൃക കാണിച്ചേ. യേശു പാപമാണോ? യേശു പാപിയാണോ? അല്ല. യേശു എന്തിനാ പിന്നെ സ്നാനപ്പെട്ടെ? മാതൃക. നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. യോഹന്നാൻ്റെ സ്നാനം മാനസാന്തര സ്നാനം. യേശു ഏറ്റപ്പോൾ അത് മാതൃകാ സ്നാനമായി മാറി. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്ന 3-ാമത്തെ സ്നാനമാണ് യേശു പറഞ്ഞ സ്നാനം. അതെന്താ യേശു പറഞ്ഞ സ്നാനം? നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ വെള്ളത്തിൽ അവരെ മുക്കിപ്പൊക്കി സ്നാനപ്പെടുത്തണം. ആ സ്നാനമാണ് യേശു പറഞ്ഞ സ്നാനം. സ്തോത്രം. നമ്മുടെ തലമുറയിൽ ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ നമ്മുടെ ബാപ്റ്റിസം പൂളിലെടുക്കുന്നത് യേശു പറഞ്ഞ സ്നാനമാണ്, മാതൃകാ സ്നാനമല്ല, മാനസാന്തര സ്നാനമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളിൽ മെജോറിറ്റി ആൾക്കാർ ബാപ്റ്റിസം പൂളിൽ എടുക്കുന്നത് അത് യേശു പറഞ്ഞ സ്നാനമാണ് എടുക്കുന്നത്. നിൽക്കട്ടെ. ഇനി 4-ാമത്തെ സ്നാനമാണ് യേശു തരുന്ന സ്നാനം. യേശു തരുന്ന സ്നാനം എന്താ? അത് യോഹന്നാൻ പറഞ്ഞു, എൻ്റെ പുറകാലം ഒരുത്തൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ തീയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും. ഇങ്ങനെ ബൈബിളിൽ 4 പഠിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ എണ്ണങ്ങൾ ഒത്തിരിയാണ്. പക്ഷേ പൊതുവേ ഈ 4 സ്നാനങ്ങളാണ് പറയുന്നത്. എന്നാൽ അതിനകത്ത് ആദ്യത്തെ സ്നാനമാണ് പ്രധാനപ്പെട്ടത്, മാനസാന്തര സ്നാനം. മാനസാന്തര സ്നാനപ്പെടാത്തവനെ എങ്ങോട്ട് ഇറക്കരുത്? യേശു പറഞ്ഞ സ്നാനത്തിലേക്ക് ഇറക്കരുത്. മാനസാന്തര സ്നാനം വേണം. അടുത്തിരിക്കുന്ന ആളെ കരമൊക്കെ ഒന്ന് പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, ഒരു മാനസാന്തരം വേണം കേട്ടോ. ഇനിയെങ്കിലും ഒരു മാനസാന്തരം. ആരെങ്കിലും കൈ തരുന്നില്ലെങ്കിൽ അവർക്ക് എന്തോ സംതിങ് പ്രഷർ ഉണ്ടെന്നാണ്. ആകയാൽ നമുക്കൊരു മാനസാന്തര സ്നാനം ഉറപ്പായിട്ടും പാസ്റ്റർ. എല്ലാ ദിവസവും നമുക്കൊരു മാനസാന്തരം, ദിവസം ഓരോ സെക്കൻഡിലും നമുക്ക് മാനസാന്തരം. മനസ്സിനുണ്ടാകുന്നൊരു മാറ്റമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. യേശു പട്ടണത്തെ വിടാനുള്ള കാരണം ഇവർക്ക് മാനസാന്തരമില്ല. അടുത്തൊരു ദൂതും കൊണ്ട് പറഞ്ഞ് ഞാൻ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. മാനസാന്തരം ഇവർക്ക് ഇല്ലാത്ത കാരണത്താൽ യേശു നേരെ കയറി ചെന്ന സ്ഥലമാണ് സോർ സീദോൻ എന്ന് പറയുന്ന സ്ഥലം. സോർ സീദോൻ. ഇനി ആ സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ദേശത്തിന് വേണ്ടി ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, ഈ ഭാഗത്തിൻ്റെ 2-ാമത്തെ വിഷയം അല്പം കൂടെ ഊന്നിപ്പറയാനുള്ളൊരു നിയോഗം കർത്താവ് എനിക്ക് നൽകി. ആകയാൽ സോർ സീദോൻ എന്ന് പറയുന്നത് ഒരു ജാതീയ സ്ഥലമാണ്. എന്ന് വെച്ചാൽ അവർ യെരുശലേമിൻ്റെ കൂട്ടത്തിൽ പെടുന്നതല്ല, അവരൊരു ജാതീയ ഗ്രൂപ്പാണ്. ഈ സ്ഥലം ഏതാണെന്ന് ഒറ്റ വാക്കി ഞാൻ വേഗത്തിൽ അങ്ങ് പറയുകയാണ്. പണ്ടൊരിക്കലൊരു പ്രളയം വന്നു. ആദ്യത്തെ പ്രളയം പത്തനംതിട്ടയിലുമല്ല, റാന്നിയിലുമല്ല. ആദ്യത്തെ പ്രളയം എന്ന് പറയുന്നത് നോഹയപ്പച്ചൻ്റെ കാലത്താണ്. ആ പ്രളയത്തിനകത്ത് കുറച്ച് പേര് രക്ഷപ്പെട്ടു. അതെത്രയാണെന്നറിയാമോ? ആരൊക്കെയാണെന്നറിയാമോ? നോഹയും കുടുംബം എന്ന് പറഞ്ഞാൽ പിന്നെ എളുപ്പമായല്ലോ, പാസ്റ്റർ പെട്ടെന്ന് നിർത്തിവെച്ചും പോകുമല്ലോ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ചുമ്മാതാ. ഒന്ന് വിശദീകരിച്ച് പറഞ്ഞ്, നോഹയുടെ ഭാര്യ, 3 മക്കൾ, 3 മക്കളുടെ ഭാര്യമാർ. ആ 3 മക്കളുടെ പേരറിയാമല്ലോ നിങ്ങൾക്ക്? ഷാമല്ല, ഷേം, ഹാം, യാഫേത്ത്. അതിലൊരു കുരുത്തം കെട്ടവനുണ്ട്, അവൻ്റെ പേരറിയാവോ? ഉള്ള മാർക്കും കൂടെ പോയി. ഹാം. സ്തോത്രം. ആ 3 പേരിൽ കുരുത്തം കെട്ടവൻ്റെ പേര് ഹാം എന്നാണ്. ഹാം ചെയ്ത കുരുത്തക്കേട് അറിയാമോ? ഇനി ദേശം ഒന്ന് ചെവി തുറന്ന് കേൾക്കണേ. ഹാം ചെയ്ത കുരുത്തക്കേട് അപ്പൻ്റെ നഗ്നത കണ്ടു. കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് ഈ യോഗത്തിൽ കാണുന്നില്ല, എങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ അടിവരയിട്ട് വേണം. നഗ്നതകൾ കാണുന്നതും പ്രദർശിപ്പിക്കുന്നതും അതിനെ ഞാൻ പാപമെന്നല്ല വിളിക്കുന്നത്, ഇറ്റ്സ് എ കേഴ്സ്. അത് ശാപമാണ് കേട്ടോ. മറ്റൊരുത്തിൻ്റെ നഗ്നത കാണുന്നതും അത് അനാവൃതമാക്കുന്നതും. മൊബൈൽ ഫോണിൻ്റെ 100 കണക്കിന് ലോക്കുള്ള നിൻ്റെ ഫോണിൻ്റെ ലോക്ക് അഴിച്ച് രാത്രി 11:00-ക്കും 12 മണിക്കും ആരോരും അറിയാതെ റൂമിൽ
റൂമിനകത്ത് കയറി കഥകടച്ച് നീ കയറി ഇറങ്ങിപ്പോകുന്ന സൈറ്റുകൾക്കകത്ത് നീ കാണുന്ന വീഡിയോസുകൾക്കകത്ത് നഗ്നതകൾ പ്രദർശിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രദർ, അത് പാപമല്ല. പാപമാണെങ്കിൽ ക്ഷമിക്കാൻ എന്തെങ്കിലുമൊക്കെ വകുപ്പുണ്ട്, പക്ഷേ ഇത് ശാപമാണ് കേട്ടോ. ആ ശാപം അവിടെ കൊണ്ട് നിൽക്കത്തില്ല. ചരിത്രം എന്താ പറയുന്നതെന്നറിയാമോ? നഗ്നത വിട്ടിറങ്ങുന്ന നോഹ ഹാമിനെ ശപിക്കാൻ പോവുക. പക്ഷെ ഹാമിനെ ശപിച്ചപ്പോൾ ഹാമിനെ മാത്രമല്ല ഒരു കൊളുത്തിട്ടു. അപ്പച്ചനിട്ട കൊളുത്ത് കേൾക്കണേ, കനാൻ ശപിക്കപ്പെട്ടവൻ. ഈ കനാൻ ആരാ ബ്രദറെ? പെട്ടെന്ന് പറഞ്ഞു, കനാൻ ആരാ? എൻ്റെ എല്ലാ മീറ്റിങ്ങിനും വരണം കേട്ടോ. സ്തോത്രം. കനാൻ എന്ന് പറയുന്നത് ഹാമിൻ്റെ മോനാണ്. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഹയുടെ കൊച്ചുമോനായത്. സ്തോത്രം. അപ്പച്ചനിട്ട കൊളുത്ത് കണ്ടോ? നഗ്നത കണ്ട മോനെ ശപിക്കുന്നതിന് പകരം കൊച്ചുമോനെയും കൂടെ ശപിച്ചിട്ടു. അവനങ്ങ് വളർന്ന് വലുതായി. അവൻ പോയി ഒരു കല്യാണം കഴിച്ചു, കുറേ പിള്ളേർക്ക് ജന്മം കൊടുത്തു. ഇനി ആ പിള്ളേരുടെ പേരുകൾ നമുക്ക് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 10:15 വായിക്കാൻ പറ്റുമോ പാസ്റ്റർ? ഭയങ്കര കടുകട്ടിയുള്ള പേരുകളാണ്. വെപ്പ് പല്ലുള്ള ആരും വായിക്കുകയും ചെയ്യരുത്. ഉൽപ്പത്തി പുസ്തകം 10:15 ഭയങ്കര കട്ടിയുള്ള പേരുകളാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 15-ാമത്തെ വാക്യം. കനാൻ തൻ്റെ ആദിജാതനായ സീദോൻ, ഹേത്ത്, യെബൂസ്യൻ, അമോര്യൻ, ഗിർഗസ്യൻ, ഹിവ്യൻ, അർക്കൻ, സീന്യൻ, അർവദിയൻ, സമാര്യൻ, ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു. സ്തോത്രം. പെട്ടെന്ന് വായിക്കുമ്പോൾ അന്യഭാഷയാണെന്നൊക്കെ തോന്നിപ്പോകും. അന്യഭാഷയൊന്നുമല്ല. ഇത് കനാൻ്റെ പിള്ളേരുടെ പേര്. 10 അന്യഭാഷ കിട്ടിയില്ല, ഇടയ്ക്ക് കയറ്റി പറയാനൊന്നും നിൽക്കരുത്. ഇത് കനാൻ്റെ പിള്ളേരുടെ പേരുകളാണ്. അച്ഛൻ ഇത്രയും പേരെ കനാനെ ജനിപ്പിച്ച് അടുത്ത വാക്ക് കൊണ്ടൊന്ന് വായിക്കണം. അടുത്ത വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അടുത്ത വാക്ക് കനാനി വംശങ്ങൾ പരന്നു. കനാനി വംശങ്ങൾ പരന്നു. പിന്നെ അടുത്ത വാക്ക് കനാന്യരുടെ അതിര്. കനാന്യരുടെ അതിര് സീദോൻ. അത്ര മതി. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. കനാന്യരുടെ അതിര്. അപ്പം ശപിക്കപ്പെട്ട പിള്ളേർ വന്ന് താമസിച്ച സ്ഥലമാണ്. ഏത് സ്ഥലം? സീദോൻ. സീദോൻ. നിങ്ങളൊന്ന് കേട്ടെ. അപ്പൻ്റെ നഗ്നത കണ്ട് അനാവൃതമാക്കിയ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ വന്ന് കൂടാരമടിച്ച് താമസിക്കുന്ന മണ്ണ. ഏത് മണ്ണ്? സീദോൻ. അപ്പോൾ ഇത് ശാപം പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഇത് ശാപിക്കപ്പെട്ട സ്ഥലമാണ്. സ്തോത്രം. ഈ ശാപം പിടിച്ച് കിടക്കുന്ന സ്ഥലത്തിൻ്റെ ശാപത്തിൻ്റെ കെട്ടഴിക്കാൻ പഴയ നിയമത്തിനകത്ത് എൻ്റെ ദൈവം കടപടഞ്ഞ് ധ്വാനിച്ചു. തമ്പുരാൻ ആദ്യം കണ്ടത് ആരെയാണെന്നറിയാമോ? അബ്രഹാമിനെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അബ്രഹാമിനോട് പറഞ്ഞു, റൂട്ട് മാപ്പില്ല, ഗൂഗിൾ മാപ്പില്ല. അല്ലേ തന്നെ ആ സാധനം വഴി തെറ്റിക്കും. സ്തോത്രം. റൂട്ട് മാപ്പും ഇല്ല, ഗൂഗിൾ മാപ്പും ഇല്ല. കാണിപ്പാനിരിക്കുന്നത് മണ്ണ്. ഇറങ്ങി തിരിക്കാവോ? പെട്ടി പാക്ക് ചെയ്ത് തമ്പുരാൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചപ്പോൾ ഉൽപ്പത്തി 12-ന്റെ 6-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിനെ ഈ മണ്ണി ദൈവം കൊണ്ടെത്തിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അബ്രഹാം വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്താ? യാഗപീഠം ഒരുക്കി തമ്പുരാനെ ആരാധിക്കാൻ തുടങ്ങി. ശാപം പിടിച്ച മണ്ണിൽ യാഗപീഠം ഒരുക്കിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അബ്രഹാമേ, ഈ സ്ഥലം ഇനി പിശാചിൻ്റെതല്ല. ഈ സ്ഥലം നിനക്കും നിന്റെ സന്തതികൾക്കും ഇനി ഒരു വാഗ്ദത്തം ായിട്ട് ഞാൻ തരാൻ പോവുക. ഈ റീമ ഗോസ്പൽ മിനിസ്ട്രിയോട് പരിശുദ്ധി ആത്മാവിൽ ഇന്ന് രാത്രി പരസ്യ സ്ഥലത്ത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ദൂത് പറയാം. നിങ്ങൾ ആരാധിക്കാൻ ഇന്ന് രാത്രി മനസ്സ് കാണിച്ചാൽ, യാഗപീഠം ഒരുക്കാൻ ഇന്ന് രാത്രി മനസ്സ് കാണിച്ചാൽ, ദേശത്തിനകത്ത് ശപിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തെ നിന്റെ അവകാശത്തിന്റെ സ്ഥലമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. കൊടികുത്തി വാഴുന്ന ക്ഷാമം. പക്ഷേ അബ്രഹാം യാഗപീഠം ഒരുക്കി യാഗവസ്തുവിനെ വെച്ച് പടച്ച തമ്പുരാനെ ആരാധിച്ചപ്പോ ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, ഈ സ്ഥലം ഇനി നിനക്കും നിന്റെ കാലം കഴിഞ്ഞാൽ നിന്റെ മക്കൾക്കും ഇതൊരു അവകാശ ഭൂമിയായിരിക്കട്ടെ. സ്തോത്രം. അബ്രഹാമിന്റെ കാലഘട്ടം കഴിഞ്ഞു. ദൈവം തന്റെ വാഗ്ദത്തം മറന്നില്ലേ? ഇസഹാക്കിനെ ഈ സ്ഥലത്ത് കൊണ്ടുവന്നു. ഇസഹാക്കിന്റെ കാലഘട്ടം കഴിഞ്ഞു. ദൈവം തന്റെ വാഗ്ദത്തം മറന്നില്ലേ? യാക്കോബിനെ ഇനി കൊണ്ടുവരണ്ടേ? ഇവനെ എങ്ങനെ കൊണ്ടുവരും? കുരുത്തം കെട്ടവനാ. ഒരു സ്തോത്രം പറഞ്ഞേ. സ്വന്തം അപ്പം പേര് ചോദിച്ചാൽ പോലും പറയാത്ത ഒരു 2 ക്യാരക്ടർ. സാധാരണ ഞാൻ പറയാറുണ്ട്, സിം ഏതാണെന്ന് തമ്പുരാന് പോലും പിടിയിട്ടിട്ടില്ല. ജിയോ ആണോ ഐഡിയ ആണോ ഏതിനകത്ത് എപ്പോൾ റേഞ്ച് വരും ആർക്കറിയാം. അപ്പം ചോദിച്ചു പേരെന്നാടാ? പേര് ഏഷാമെന്ന. സ്വന്തം അപ്പം പേര് ചോദിച്ചാൽ പാറാത്ത ഒരു കുരുത്തം കെട്ട ഇറക്കാൻ 2 ക്യാരക്ടറാണ്. സഭയിലൊരു ക്യാരക്ടർ, മാർക്കറ്റിലൊരു ക്യാരക്ടർ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇവനെ എന്നാ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ തമ്പുരാനങ്ങ് പണിതെടുത്തു. യാബോക്കിൻ്റെ കടവിൽ ഉടച്ചെടുത്തിട്ട് തമ്പുരാൻ ചോദിച്ചു, ഇനി പേര് പറ. അവൻ പറഞ്ഞു, പേര് യാക്കോബ്. തമ്പുരാൻ പറഞ്ഞു, അല്ലടാ, രീതി മാറാൻ പോവുക, ആള് മാറാൻ പോവുക, സ്വഭാവം മാറാൻ പോവുക, അഡ്രസ്സ് മാറാൻ പോവുക. ഇനി നിന്റെ പേര് ഇസ്രായേൽ എന്ന് ഞാൻ ആക്കി മാറ്റാൻ പോവുക. തമ്പുരാൻ അവനെ പണിതെടുത്തിട്ട് ദേ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുമ്പോൾ പാസ്റ്ററെ, കർത്താവിനോട് ഭയങ്കരമായി പ്രവചന ശബ്ദം ഇന്ന് രാത്രി തുറന്നിട്ട് പറയുന്നു, ഈ ദേശത്തിൽ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ചിലതിന്റെ അഡ്രസ്സ് സ്വർഗം തിരിക്കും കേട്ടോ. ആമൻ. സ്വന്തം നെറ്റിക്കകത്ത് പല പ്രാവശ്യം തലയിൽ കൈവച്ചടിച്ചിട്ട് നീ എൻ്റെ ഉദരത്തിൽ വന്ന് ജനിച്ചല്ലോടാ ശാപം പിടിച്ചവന് എന്ന് പറഞ്ഞ് ഈ ദേശത്തിലെ ചില ചെറുപ്പക്കാരെ എൻ്റെ ദൈവം ഇന്ന് രാത്രി പേര് മാറ്റി, അഡ്രസ് മാറ്റി, രീതി മാറ്റി ദൈവസഭയുടെ നെടുന്തൂണാക്കി മാറ്റാ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി ഹല്ലേലൂയ.
നന്ദിയോടെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. ഈ മനുഷ്യനെ ദൈവം പണിതെടുത്തു കേട്ടെ. ഏതൊരു മനുഷ്യനെയും പണിയാൻ ദൈവത്തിന് കഴിയും. പാസ്റ്ററെ, നിങ്ങൾ എന്തായി പറയുന്നത്? 9 മാസം ഉദരത്തിൽ കൊണ്ട് നടന്ന് വേദനയോടെ പേറി പ്രസവിച്ച എൻ്റെ തലമുറയെ പണിയാൻ ദൈവത്തിന് കഴിയുമോ? ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയാം, ആ കൊച്ചിനെ പണിയാൻ ദൈവത്തിന് കഴിയുമോ? പാസ്റ്ററെ, 10ാം ക്ലാസ് വരെ അവൻ ഓക്കെയാ, +2 വരെ അവൻ ഓക്കെയാ. പക്ഷെ പഠനത്തിന് വേണ്ടി ബാംഗ്ലൂരോ ചെന്നൈയിലോ പൂനെയിലോ ഈറോഡിലോ ഭൂമിയുടെ ഏതൊക്കെയോ പരപ്പിപ്പോയി ഇപ്പൊ തന്നിഷ്ടപ്രകാരം യാത്ര ചെയ്യുക. എൻ്റെ കൊച്ചു രാത്രി 11 ആയാലും വീട്ടിൽ കയറി വരത്തില്ല. ഒരു 200 രൂപയുടെ എണ്ണ അടിക്കുക, പെട്രോൾ അടിക്കുക, നാട് മൊത്തം കിടന്ന് വട്ടം കിടന്ന് കറങ്ങാവൻ. അവൻ 12 ആയാലും രാത്രി എൻ്റെ വീട്ടിൽ കയറി വരത്തില്ല. എൻ്റെ കൊച്ചിനെ പണിയാൻ ദൈവത്തിന് കഴിയുമോ? ഈ രാത്രി മമ്മി ഒരു സുവിശേഷകൻ എന്ന രീതി ബൈബിൾ തൊട്ട് ഇന്ന് രാത്രി ഞാൻ പറയാം, നീ യാക്കോബിനെ ദൈവത്തിന് പണിയാൻ കഴിയുമെങ്കിൽ നിന്റെ കൊച്ചിനെയും ഇന്ന് രാത്രി രൂപാന്തരപ്പെടുത്താ എൻ്റെ ദൈവത്തിന് ഇന്ന് രാത്രി കഴിയും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി ആരോ മറുചോദ്യം ചോദിക്കുന്നു, എൻ്റെ ഭർത്താവിനെ പണിയാൻ ദൈവത്തിന് കഴിയുമോ പാസ്റ്റർ? ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയാം, ചലഞ്ച് ചെയ്ത് പറയാം, വിശ്വസിക്കാമെങ്കിൽ നിന്റെ ഭർത്താവിനെ ദൈവം പണിയോ. രക്തംശയം എടുക്കുന്നു പാസ്റ്ററെ. രാവിലെ സൂര്യൻ പൊട്ടി ഉദിച്ചുയരുന്ന സമയം മുതൽ അത് അസ്തമിക്കുന്നത് വരെ എല്ലുമുറിയ പണിയെടുത്ത് കിട്ടുന്ന പണമൊക്കെ ഏതൊക്കെയോ മദ്യശാലയെ കൊണ്ടുകൊടുത്ത് രാത്രി ലഹരി കെട്ട് വീട്ടിൽ കയറി വരുന്ന എൻ്റെ ഭർത്താവിനെ പണിയുന്ന കാര്യമാണോ പറഞ്ഞ? അതെ, ഈ കഴിഞ്ഞ ഡിസംബർ മാസം 31-ാം തീയതിയിലോ എൻ്റെ തലയിലും പിള്ളേരുടെ തലയിലും കൈവച്ച് സത്യം ചെയ്തതാ, ഇനി ഞാൻ കുടിക്കുകയല്ലടി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അന്ന് രാത്രിയിലും കയറി വന്ന 4 കാലയില്ല. എൻ്റെ ഭർത്താവിനെ പണിയാൻ ദൈവത്തിന് കഴിയുമോ? ഇനി പാസ്റ്റർ പറ, ഉറപ്പിച്ച് ഞാൻ പറയാം, ശൗലിനെ ദൈവം പൗലോസാക്കി മാറ്റിയെങ്കിൽ, യാക്കോബിനെ ദൈവം ഇസ്രായേലാക്കി മാറ്റിയെങ്കിൽ, ഇപ്പോഴോ പുഴുവായ യാക്കോബെ നിന്നെ ഇസ്രായേലിനെ മെതിവണ്ടിയാക്കി സ്വർഗം മാറ്റിയെങ്കിൽ, ഇന്ന് രാത്രി നിന്നെ പണിയാൻ എൻ്റെ ദൈവത്തിന് കഴിയോ? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. യാക്കോബിനെ ദൈവം മണിതെടുത്തു. ഉൽപ്പത്തി പുസ്തകം എടുക്കേണ്ട 33-ന്റെ 18-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ഈ മണ്ണി വന്നു, ശാപം പിടിച്ച കനാന്യരുടെ മണ്ണി വന്നു, സോർ സീദോനി വന്നു. ആ മനുഷ്യൻ അവിടെ അപ്പൻ്റെ അവകാശ സ്ഥലം വെള്ളിക്കാശിന് വിലയ്ക്ക് വാങ്ങി. ബൈബിളിലെ വാക്യമാണ്. വെള്ളിക്കാശിന്, ഹമോരിൻ്റെ പുത്രന്മാരുടെ കയ്യിൽ നിന്നും വെള്ളിക്കാശിന് വിലയ്ക്ക്. പഴയ നിയമത്തിലെ വില കൊടുപ്പ് വെള്ളിക്കാശ. ഒരു ദൂത് പറയാം, പുതിയ നിയമത്തിലെ വില കൊടുപ്പ് വെള്ളിക്കാശല്ല. പുതിയ നിയമത്തിലെ വില കൊടുപ്പ് എൻ്റെ യേശുവിൻ്റെ രക്തമാണ്. സ്തോത്രം. അവൻ രക്തം കൊടുത്ത തൻ്റെ സഭയെ സമ്പാദിച്ചത്. യാക്കോബ് വെള്ളിക്കാശിന് സ്ഥലക്കം വിലയ്ക്ക് വാങ്ങി. ആ സ്ഥലത്തിനകത്ത് യാഗപീഠം ഒരുക്കി. അപ്പച്ചൻ ആരാധിച്ച മണ്ണിൽ ആരാധനയുടെ സൗരഭ്യവാസന ഉയർത്തി. തമ്പുരാൻ ഇഷ്ടം തോന്നി. ദൈവം ഇറങ്ങി വന്നിട്ട് ദൂത് കൈമാറ്റം ചെയ്തു. പക്ഷേ യാക്കോബിന് 13 മക്കളുണ്ട്. അതിനകത്തൊരു പെങ്കൊച്ചുണ്ട്, പേര് 13 മക്കളുണ്ട്, ഒരു പെങ്കൊച്ചുണ്ട്, പേര് ദീനയ്ക്കൊരു കൊച്ചു പ്രശ്നമുണ്ട്. രാവിലെ കുളിച്ചൊരുങ്ങി കൊച്ചു കുട്ടി കുപ്പായിട്ട് നാട്ടിലെ കന്യകമാരെ കാണാൻ പോവും. കോവിഡും പിടിച്ച് വീട്ടിലിരിക്കാൻ. ഒരു സ്തോത്രം പറഞ്ഞേ. എന്നാലും കൊച്ചു പോവും. സ്തോത്രം. അവൾ പോയേച്ചും തിരിച്ചു വന്നപ്പോൾ ഒരു സംഭവം നടന്നു. അത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. സർപ്രൈസ് അത്. സ്തോത്രം. അവിടെ ഒരു സംഭവം നടന്നു. പിറ്റേന്ന് രാവിലെ യാക്കോബിൻ്റെ വീട്ടിനകത്ത് കോളിംഗ് ബെല്ലടിച്ചൊന്നും ബൈബിളിൽ പോയി നോക്കരുത് കേട്ടോ. സ്തോത്രം. അതൊക്കെ ഭാവനയെ പറയുക. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിപ്പോൾ അമ്മച്ച് ഓടി വന്നിട്ട് എടുത്ത് പറയാം, വാസ്തവ ഒരു സംശയം. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് പോകണം അമ്മച്ചി, പെട്ടെന്ന് പറയാം, ഇസഹാക്ക് ഫോൺ ചെയ്തെന്ന് എവിടെയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മച്ചി അതൊക്കെ ഭാവനയെ പറയുന്നത്, അങ്ങനൊന്നും എഴുതി വെക്കുകയല്ല, അതൊക്കെ മലയാളികൾക്ക് മനസ്സിലാവാൻ വേണ്ടി. യാക്കോബിൻ്റെ ഫ്രണ്ടിൻ്റെ കോളിംഗ് ബെല്ലടിച്ചു. യാക്കോബും തടിയും തൻ്റെ ഉള്ള 12 ആമക്കളും ഒക്കെ വയലിൽ നിന്ന് ചാടിക്കുത്തി കയറി വന്നു. ഞാൻ സാധാരണ യൂത്ത് മീറ്റിംഗിൽ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, പെൺപിള്ളേരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പുറകെ പോകുന്നത് തെറ്റാണെന്ന് പാസ്റ്ററേന്ന് ഞങ്ങളിത് പലരും ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറയാറുണ്ട്, തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പെൺകൊച്ചിനെ കണ്ട് പുറകെ പോകുന്ന യൗവനക്കാരുടെ ശ്രദ്ധയ്ക്ക് കൊച്ചു മാത്രമല്ല വീട്ടിലുള്ളത്, തടിയും തൻ്റെ ഉള്ള 12 ആങ്ങളമാരുണ്ട്. വലിച്ചേറി ഭിത്തിയിലൊട്ടിച്ചു വെക്കുക. അതിനേക്കാൾ നല്ല പോകാതിരിക്കുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞേ. സ്വതന്ത്രം. അമ്മ 12 വയലിൽ നിന്ന് ചാടിക്കുത്തി. എന്നടാ പരിപാടി എന്നാ? അവർ പറഞ്ഞു, അച്ഛാ ശാന്തമാക്കുക. എന്നാ ഒരു കല്യാണാലോചനയായിട്ട് വന്നതാ. ആർക്ക്? ദീന ഈ വീട്ടിലല്ലേ? അതെ, ദീനയ്ക്ക് ഞങ്ങളുടെ കൊച്ചിനെ കല്യാണം കഴിച്ച് കൊടുക്കാമോ? അതിന് വേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചാ കുട്ടി കുപ്പായിട്ട് ഇതിലെ കൂടെ വന്നപ്പോഴേ ഞങ്ങളുടെ ചെറുക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. കല്യാണാലോചനയായിട്ട്. അപ്പോൾ ഇവർ തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പരിശോധനയുണ്ട്, നിങ്ങൾക്ക് എന്തോ ഇല്ല, പരിശോധനയില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, പരിശോധനയാണോ പ്രശ്നം? പരിശോധനയാണോ? ഞങ്ങളുടെ നാട്ടിലെ ആമ്പിള്ളാരെല്ലാം പരിശോധനപ്പെടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പിള്ളേരെ ഞങ്ങൾക്ക്, ഞങ്ങളുടെ പിള്ളേരെ നിങ്ങൾക്കും. കോംപ്രമൈസായി. ഒരു സോദരൻ പറഞ്ഞേ. ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റില്ലേ ഇപ്പോൾ പരിപാടിയൊക്കെ കേട്ടോ. ഇപ്പോൾ അവരുടെ പരിപാടിക്ക് നമ്മളുമുണ്ട്, നമ്മുടെ പരിപാടിക്ക് അവരുമുണ്ട്. സ്തോത്രം. സാധാരണ അവരായിരുന്നു ഇതൊക്കെ. ഇപ്പം പക്ഷേ പടക്കം പൊട്ടിക്കാൻ നമ്മളും ഉണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. ഇവിടെ ഇല്ല. കൊട്ടാരക്ക ഒന്ന് ഇഷ്ടം പോലെ കാണിച്ചു തരാം. സ്തോത്രം. ഈ പ്രശ്നമില്ലല്ലോ. ഞങ്ങളുടെ പിള്ളേരെ നിങ്ങൾക്കും, നിങ്ങളുടെ പിള്ളേരെ ഞങ്ങൾക്കും. സ്തോത്രം. വലിയ പരിപാടികളായി. സ്തോത്രം. അങ്ങനെ നാട്ടിൽ വലിയ പ്രശ്നങ്ങളായി. ഇനി നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അടുത്ത അധ്യായം ചതി മറിഞ്ഞിരിക്കുന്നത് കണ്ടോ. ഞാനതൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി. ഇങ്ങനെയൊക്കെ ബൈബിൾ ഉണ്ടോ ഭാഷ? അങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് വായിച്ച് തീർക്കണോ? വീട്ടിൽ പോയി വായിക്കണം കേട്ടോ. സ്തോത്രം. അടുത്ത അധ്യായത്തിൽ ചതി മറിഞ്ഞിരിക്കുന്ന അധ്യായം. വാളും വെട്ടായി, കുന്തായി, രക്തചുരിച്ചിലായി.
വാക്തത്വത്തിൻ്റെ മണ്ണിൽ രക്തം വീണപ്പോൾ, സോർ സീദോനിൽ രക്തം വീണപ്പോൾ തമ്പുരാൻ ഇറങ്ങി വന്നു. തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, യാക്കോബേ ഇനി ഈ സ്ഥലത്ത് നിൽക്കണ്ട, സ്ഥലം വിട്ടു പോക്കോ, ബേതേലിലേക്ക് ഓടിപ്പോക്കോ, ഞാൻ പറഞ്ഞേച്ചു ഇനി വന്നാൽ മതി, ബേതേലിലേക്ക് പോക്കോ. യാക്കോബ് കൊച്ചിൻ്റെ പേരിൽ തല കുനിച്ചു പരാജിതനായി ബേതേലിലേക്ക് ഓടി. ചരിത്രം നിന്നില്ല. 1, 2, 3 ദീർഘം 3000 വർഷങ്ങൾ ആ സ്ഥലം ശാപത്തിൻ്റെ അടി കടന്നു. ഇനി ഞാനൊരു ദൂത് പറഞ്ഞ് നിർത്താൻ പോവാ. കൈമുഷ്ടികൾ ചുരുട്ടിപ്പിടിച്ച് ആകാശത്തിലേക്ക് യുദ്ധം ചെയ്തിട്ട് സകല സോർ സീദോനി ശക്തി പറഞ്ഞു, ഇത് ഞങ്ങളുടെ മണ്ണാടാ, ഇത് ഞങ്ങളുടെ അവകാശഭൂമിയാടാ. ഇവിടെ ഒരു പാരമ്പര്യത്തിനെ ഉറപ്പിക്കത്തില്ല, പ്രാർത്ഥനക്കാരനെ ഉറപ്പിക്കത്തില്ല, യാഗപീഠം പണിയുന്നവനെ കൈകൊട്ടുന്നവനെ ഉറപ്പിക്കത്തില്ല, സഭയെ ഉറപ്പിക്കത്തില്ല. ഇത് ഞങ്ങളുടെ മണ്ണെന്ന് പറഞ്ഞ് അവന്മാർ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ആവേശഭരിതമായി അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ കപട ഭക്തിക്കാരോട് യേശു ടാറ്റ പറഞ്ഞിട്ട് എൻ്റെ തമ്പുരാനി സോർ സീദോനിലോട്ട് എൻ്റെ യേശു ഈ മണ്ണിലോട്ട് ഇന്ന് രാത്രി കാലെടുത്ത് വെച്ചു. അഭിഷേകമുള്ളവർ തലപൊക്കി സ്വർഗത്തിലേക്ക് നോക്ക്. ഈ സുവിശേഷ യോഗത്തിന്റെ 1-ാമത്തെ രാത്രി ഈ ദേശത്തിന് വേണ്ടി ഇന്ന് രാത്രി അത്ഭുതം ചെയ്യാൻ ഇറങ്ങി വരുന്നവൻ പാസ്റ്ററുമല്ല, പ്രവാചകനുമല്ല, പ്രാസംഗികനുമല്ല, പാതിരിയുമല്ല, അവൻ പടച്ച തമ്പുരാ. ഇന്ന് രാത്രി ദേശത്തിനകത്ത് ചിലതിനെ ഒന്ന് വിടുവിക്കാൻ, വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട് കിടന്ന ചില ശാപത്തിന്റെ കുരുക്കിനെ ഇന്ന് രാത്രി പൊട്ടിക്കാൻ എന്റെ യേശു ഈ മണ്ണിലോട്ട് ഇന്ന് രാത്രി കാലെടുത്തു വെക്കുന്നത് ആത്മാവിൽ കാണുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ശക്തിയോടെ കരമടിച്ച് ദൈവത്തിന് ഇന്ന് രാത്രി മഹത്വം കൊടുക്കാമോ? യേശുവിന്റെ നാമത്തിൽ യേശു ഇന്ന് രാത്രി സ്ഥലത്തിൽ ഇറങ്ങട്ടെ. പാസ്റ്റർ, ഇന്ന് രാത്രി മീറ്റിംഗ് നടക്കുന്നത് ഇവിടെയാണെങ്കിലും ഈ ദേശത്തിന്റെ 4 ദിക്കിനകത്തേക്ക് ഇന്ന് രാത്രിയിൽ ശാപിക്കപ്പെട്ട് കിടക്കുന്ന സോർ സീദോനിൽ യേശു ഇറങ്ങി വന്നതുപോലെ come on get ready. ഇന്ന് രാത്രി യേശു ഈ മണ്ണിലോട്ടൊന്ന് കാലെടുത്തു വെക്കാൻ ഈ രാത്രി യോഗ സ്ഥലത്തിനകത്തിരിക്കുന്നവർ വിട്ടേച്ചു വന്ന വീടുകളെ നോക്കി പറ, എന്റെ വീട്ടിലോട്ട് ഇന്ന് രാത്രി യേശു കാലെടുത്തു വെക്കട്ടെ. എന്റെ കൊച്ചിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി യേശു കാലെടുത്തു വെക്കട്ടെ. എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി യേശു കാലെടുത്തു വെക്കട്ടെ. എന്റെ സഭയിലേക്ക് ഇന്ന് രാത്രി യേശു ഒന്ന് കാലെടുത്തു വെക്കട്ടെ. Lord, the Holy Spirit ഇന്ന് രാത്രി എത്ര പേർ മനസ്സ് തുറന്ന് ദൈവത്തോട് പറയും, ഇന്ന് രാത്രി യേശുവേ ഈ മണ്ണിലേക്ക് നിന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക. ഈ പ്രഥമ രാത്രി ദൈവം എന്നോട് പറയാൻ ഏൽപ്പിച്ച ദൂത് ഇത്രയേ ഉള്ളൂ. യേശു ഏതൊക്കെയോ സ്ഥലം വിട്ടുകളഞ്ഞു കേട്ടോ, യേശു ഏതൊക്കെയോ മണ്ണുകൾ എഴുതി തള്ളി കേട്ടോ. ഇന്ന് രാത്രി ട്രിവാൻഡ്രം പട്ടണം ആത്മാവി പ്രാർത്ഥിക്കാമെങ്കിൽ ഈ സ്ഥലത്തിലേക്ക് എന്റെ യേശു കയറി വരൂ. നിന്റെ വീട്ടിലേക്ക് ഇന്ന് രാത്രി യേശു കയറി വരൂ. നിന്റെ മനസ്സിലേക്ക് ഇന്ന് രാത്രി യേശു വരും. എത്ര പേർ ഇന്ന് രാത്രി ദൈവത്തോട് പറയും, ഈ സ്ഥലത്തിലേക്ക് കരങ്ങളെല്ലാം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ കരങ്ങളും ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് കണ്ണുനീരോടെ ഒരു വാക്ക് ഇന്ന് രാത്രി ദൈവത്തോട് പറയാവാപ്പാ. നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് രാത്രി നീ വാപ്പാ. നീ ഏതൊക്കെയോ സ്ഥലത്തെ വിട്ടുകളഞ്ഞു, ആരൊക്കെയോ നീ എഴുതി തള്ളി. ഈ ദേശത്തിനകത്ത് പലരെയും നീ കൈവിട്ട് കളഞ്ഞു കാണുമായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി യേശുവേ എൻ്റെ കുടുംബത്തെ നീ കൈവിട്ട് കളയല്ലേ. ഇന്ന് രാത്രി എൻ്റെ വീട്ടിലോട്ടൊന്ന് വാ യേശുവേ. ശാപം പിടിച്ചു കിടക്കുന്ന വീടാണോ നിന്റെ വീട്? രോഗമുള്ള സ്ഥലമാണോ നിന്റെ സ്ഥലം? ഏത് കുരുക്കിനകത്തും ഏത് ബന്ധനത്തിലും കിടക്കുന്നവനാണോ നീ? തലമുറയോർത്ത് നീറിപ്പോകയുന്ന മാതാവാണോ നീ? ഭർത്താവിനെ ഓർത്ത് നൊമ്പരപ്പെട്ട് കഴിയുന്ന രാത്രികളാണോ നിന്റേത്? ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ പ്രഥമ രാത്രി ഞാൻ പറയാ, നീ യേശുവിനെ നിന്റെ വീട്ടിലോട്ട് വിളിക്ക്. ഒന്ന് വാ യേശുവേ. 3000 വർഷമായി ശപിക്കപ്പെട്ട് കിടക്കുന്ന സോർ സീദോനിലോട്ട് എന്റെ യേശു വന്നെങ്കിൽ ഇന്ന് രാത്രി സ്ഥലത്തിലേക്ക് ഞാൻ കാണുക ആത്മാവിൽ. അടുത്ത 4-5 ദിവസം യേശു മണ്ണ് വിട്ടു പോകത്തില്ല. ഇവിടെ യേശു തമ്പടിച്ചു കിടക്കും. ഞാനങ്ങ് വിശ്വസിക്കുകയും രാത്രിയിൽ യേശു രാത്രിയിൽ ദേശത്തിലെ ചില വീട്ടുകളെ സന്ദർശിക്കാൻ ഇറങ്ങി വരും. അയ്യോ, അതൊരു പാഴ്വാക്കല്ല, അതൊരു പ്രസംഗത്തിന് ഇന്ന് രാത്രി ഞാൻ ഓളമുണ്ടാക്കാൻ പറയുന്ന വാക്കല്ല. എൻ്റെ ആത്മാവിൽ ഇന്ന് രാത്രി കർത്താവ് എനിക്ക് തരുന്ന ഉറപ്പി ഞാൻ പറയാ, ഈ ദേശത്തിൽ ചില വീടുകളെ സന്ദർശിക്കാം, ചില ചെറുപ്പക്കാരെ സന്ദർശിക്കാം. യേശു ചില സ്ഥലത്തോട് ഗുഡ് ബൈ പറഞ്ഞു. ഇനി ഈ സ്ഥലത്തിലെ ചില കുഞ്ഞുങ്ങളെ സന്ദർശിക്കാം. എൻ്റെ യേശു ഇന്ന് രാത്രി ഇറങ്ങി വരും.